എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1, 2, 3 വാക്യം. ആ ആ ആ നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണ. ഒറ്റ വാക്കിനെ ആസ്പദമാക്കി മാത്രം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം. നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ ദൈവമക്കൾക്ക് കാണാപ്പാടവാ. സ്വർഗീയ വിളിക്ക് യോഗ്യരായവരെ. ആ വിളി എന്തിനാണെന്നാണ് കർത്താവ് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 26 മുതൽ ഒന്ന് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 26 മുതൽ. നിങ്ങളോ എന്റെ ആടുകളെ കൂട്ടത്തുള്ളവരല്ലായകയാൽ വിശ്വസിക്കുന്നില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ഞാൻ അവയ്ക്ക് പച്ചല കൊടുക്കുമെന്നല്ല, എന്റെ ആടുകൾക്ക് ഞാൻ നിത്യജീവൻ കൊടുക്കും. കരങ്ങളെ ഒരു സ്തുതിച്ചാട്ടെ. നമ്മളെ വിളിച്ചത് എവിടുന്ന്, നമ്മൾ എവിടെ നിൽക്കുന്നു, എന്താണ് നിത്യജീവന്റെ ആരംഭം? ഇത്രയും കാര്യങ്ങൾ പറയാൻ സമയം കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ, 2000 വർഷങ്ങൾക്ക് മുൻപേ യെരുസലേമിലെ ഒരു ഭവനത്തിൽ വെറും സാധാരണക്കാരും കൃഷിക്കാരും അധികം പേര് യെരുസലേംകാരല്ല, വെറും പിന്നോക്ക സംസ്ഥാനമായ ഗലീലക്കാരായ യഹൂദന്മാർ കൂടിയിരുന്നിടത്ത് വെറും സാധാരണക്കാർ, ഒരു ഗ്രാജുവേറ്റ് പോലും അവരുടെ കൂടി ഇല്ല. അതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവിനെ പകർന്ന് ആരംഭിച്ച ക്രൈസ്തവ സഭ. ഇന്ന് ലോകം മുഴുവനുള്ള 198 രാജ്യങ്ങളിലും ക്രൈസ്തവ സഭയുണ്ട്. ലോകത്തിലെ ജനസംഖ്യയിൽ 47% ക്രിസ്ത്യാനികളാണ്. അങ്ങനെ ക്രൈസ്തവ സഭ പടന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിലും നിങ്ങളും ഞാനും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെ എവിടുന്ന് വിളിച്ചു? പത്രോസ്ലീഹ പറയുന്നു, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. അങ്ങനെ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവരായി ദൈവമക്കളാകുന്ന നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം മുൻ ദൈവമക്കളോ ദൈവദാസന്മാരോ ക്രൈസ്തവ നേതാക്കന്മാരോ ക്രൈസ്തവരോ ജീവിച്ച കാലഘട്ടത്തിലല്ല നമ്മൾ നിൽക്കുന്നത്. വളരെയധികം പ്രാധാന്യമേറിയതും ഒരു ഭാഗത്ത് വൈഷമ്യം നിറഞ്ഞതും മറുഭാഗത്ത് ഏറ്റവും സന്തോഷം നിറഞ്ഞതും വേറൊരു ഭാഗത്ത് ആത്മശക്തി നിറഞ്ഞൊരു പ്രത്യേക കാലഘട്ടം. ഈ കാലഘട്ടത്തിന്റെ മറ്റൊരർത്ഥം പറഞ്ഞെന്നാൽ എന്താന്ന് ചോദിച്ചെന്നാൽ ഈ ലോകത്തിന്റെ സിസ്റ്റം പൂർണ്ണമായിട്ട് മാറാൻ പോകുന്ന കാലഘട്ടം. സിസ്റ്റം ഈ ഭൂമിക്ക് മാത്രമുള്ള ചില സിസ്റ്റങ്ങളുണ്ട്. നമുക്കറിയാം, ഈ ഭൂമിക്ക് 8 ഗോളത്തിൽ ഒരു ഗോളമാണ് ഭൂമി. അത് നമുക്കറിയാം, നമുക്കൊക്കെ അറിയാം. അതിന് പറയും സോളാർ സിസ്റ്റം, സൗരയൂഥം. അതിൻ്റെ നേതാവ്, അതിൻ്റെ നായകൻ സൂര്യൻ. സൂര്യൻ്റെ ഊർജത്തിൽ കൂടിയാണ് ഈ 8 ഗ്രഹങ്ങൾ. ഈ 8 ഗ്രഹങ്ങൾ നമുക്കെല്ലാം കാണാപ്പാടോ. ബുധൻ അറിയാവുന്നവരുണ്ടെന്ന് പറഞ്ഞ, ശുക്രൻ, ചൊവ്വ, വ്യാഴൻ, വെള്ളിയില്ല, അതൊരു ദിവസമാണ്. അങ്ങനെ പോകരുതേ. ബുധൻ, ശുക്രൻ അങ്ങനെ കത്തിച്ചാൽ പോയി. വ്യാഴൻ, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇതിൽ ഈ നിങ്ങൾ താമസിക്കുന്ന പന്തളം, ഞാൻ താമസിക്കുന്ന കോട്ടയം ഉൾപ്പെടെ ഭൂമിക്ക് മാത്രം ചില പ്രത്യേകത. അത് മാത്രം ചിന്തിച്ചാൽ മനസ്സിലാകും സർവശക്തനായ ദൈവം ഉണ്ട് പുറകിലെന്ന്. ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ ഈ ചൂട്. സൂര്യന്റെ ചൂടാ 8 ഗ്രഹത്തിലും. നമുക്ക് വരുന്ന ചൂട് ആവറേജ് ആണ് 20 ഡിഗ്രി ഭൂമിക്ക്. എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ചൂട് 33. ഇന്നത്തെ ചൂട് ഞാൻ നോക്കി 27. കേരളത്തിന്റെ ചൂട് ആവറേജ് 33. ഇന്ത്യയുടെ ചൂട് 34. ഗൾഫിന്റെ ചൂട് 48. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ചൂട് 0. അങ്ങനെ വരുമ്പോൾ 20 ഡിഗ്രി ചൂടാണ് ഈ ഭൂമിക്ക് ആവറേജ്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? നിങ്ങളുടെയും എൻ്റെ ശരീരത്തിൻ്റെ ബോഡി ടെമ്പറേച്ചർ നോർമൽ 36.5 അല്ലെങ്കിൽ 98.4 നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ്. ആ ഊഷ്മാവിൽ ജീവിക്കണമെങ്കിൽ ഈ ചൂട് മാത്രമേ പറ്റത്തുള്ളൂ. നമ്മുടെ അയൽവക്കക്കാരനായ ശുക്രന്റെ ചൂട് നിങ്ങൾക്ക് കേട്ടാൽ നിങ്ങൾ പേടിക്കും. 218 ഡിഗ്രി. അതിൻ്റെ അപ്പുറത്ത് 5.5 കോടി കിലോമീറ്റർ അപ്പുറത്തൊരു പുള്ളി എവിടെ ചൊവ്വ, അങ്ങോട്ട് പോകാൻ അമേരിക്കക്കാരിങ്ങനെ ഊന്നുന്നത്. അവിടുത്തെ ചൂട് 130 ഡിഗ്രി. അതിശക്തനായ ഈ ഗ്രഹങ്ങളുടെ എല്ലാം നേതാവെന്ന് പറയുന്ന വ്യാഴന 1000 ഭൂമിയുടെ വലിപ്പമാണ്. അവൻ്റെ ചൂട് കേൾക്കണോ? 125 ഡിഗ്രി. യുറാനസിന്റെ ചൂട് 198 ഡിഗ്രി. നമുക്ക് മാത്രം പന്തളത്ത് മാത്രം ഈ ചൂട് എങ്ങനെ വന്നു? നോക്കിക്കേ, ഈ ഭൂമിക്ക് തമ്മിലെ സിസ്റ്റം തീർന്നില്ല. 12 മണിക്കൂർ രാത്രി, 12 മണിക്കൂർ പകൽ, വേറെ ഒന്നുമില്ല. നമ്മുടെ അയൽവക്കക്കാരൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ശുക്രൻ. അവൻ്റെ രാത്രി കേൾക്കണമോ? 1 ഇരുട്ടിയാൽ നേരം വെളുക്കാൻ 120 ദിവസം.
ഒറ്റ രാത്രി നമ്മുടെ 120 ദിവസം ഉറങ്ങാൻ കൊതിയുള്ളവർ അങ്ങോട്ട് പോയാൽ മതി. 3 ഉറക്കം, ഒരു ബർത്ത്ഡേ. നോക്കിക്ക്, ഇവിടെ കൃത്യം 12 മണിക്കൂർ ശ്വസിക്കാൻ ഓക്സിജൻ ഇവിടെ മാത്രം. ഒത്തിരി സമയം എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വെറും ഓക്സിജൻ അല്ല, 7 വാതകങ്ങളാണ് നമ്മൾ വലിച്ചു കയറ്റുന്നത്. ദൈവത്തിന്റെ കൃപ കണ്ടോ. 79% നൈട്രജൻ, 20% ഓക്സിജൻ, ബാക്കി 1% മാരകമായിട്ടുള്ളതാ. കാർബൺ ഡയോക്സൈഡ്, ആർഗോൺ, മിഥൈൽ, നിയോൺ, ഹീലിയം, ഇതാ ചായ വലിച്ചു കയറ്റുന്നത്. പക്ഷെ അത് ഉണ്ടെങ്കിലേ നടുവിനൊക്കെ വേദന മാറത്തുള്ളൂ. അത്ര ക്രമീകരണം ഈ ഭൂമിയിൽ മാത്രം. ഇവിടെ മാത്രമേ ഉള്ളൂ ഗ്രീനറി, പച്ചല വേറെ എങ്ങുമില്ല. ഇവിടെ മാത്രം മനുഷ്യർക്ക് കുടിക്കാൻ പറ്റിയ വിഷമില്ലാത്ത വെള്ളം. 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ ചേരുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം ഇവിടെ മാത്രം. ഇവിടെ മാത്രം 4 കാലാവസ്ഥ. ഇവിടെ ഈ ഭൂമിയിൽ മാത്രമേ ഈ ആകർഷണമുള്ളൂ. എന്താ? സ്വർഗത്തിലെ ദൈവം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചെങ്കിൽ ശാസ്ത്രം പറയുന്നു അത് മുഴുവൻ തീരാൻ പോവുക. അത് മുഴുവൻ തീരാൻ പോകുമ്പോൾ ഈ ലോകം വളരെ വ്യത്യസ്തമായ ഒരു കാലത്തിലേക്ക് വരാൻ പോവുക. വേറൊരു ഭാഷ പറഞ്ഞാൽ ക്രൈസ്തവ സഭയുടെ വചനപ്രകാരമുള്ള ക്രൈസ്തവ സഭയുടെ ഏറ്റവും ഒടുവിലത്തെ വർഷങ്ങളിലാണ് ഞാനും നിങ്ങളും നടക്കാൻ പോകുന്ന വെൺമണി ക്രൂസൈഡും. വചനപ്രകാരമുള്ള ക്രൈസ്തവ സഭയുടെ നോക്കി നമ്മുടെ ഒരു ഭാഗത്ത്, മറുഭാഗത്തെ നമ്മളെ വിളിച്ചിരിക്കുന്നു. നമ്മൾ നിൽക്കുന്ന ലോകവോ ഈ മുൻതലമുറകൾക്കില്ലാത്ത എല്ലാ പ്രത്യേകതകളുമുള്ള ലോകം. ഇത്രയും സൗകര്യമുള്ള ലോകം ഉണ്ടായിട്ടുണ്ടോ? ലോകം വിരൽ തുമ്പിൽ ആണോ? ലോകത്തിന്റെ ഏത് മൂലയിലെയും വാർത്ത തത്സമയം കേൾക്കുകയല്ല, കാണുക. 1861 അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൻ വാഷിംഗ്ടൺ DC ഒരു സിനിമാ തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ വെടിവെച്ച് അദ്ദേഹത്തെ കൊന്നു. 1861 നവംബർ. ആ വാർത്ത യൂറോപ്പിൽ 3 ആഴ്ച കഴിഞ്ഞ് ഡിസംബർ 1 കപ്പലേ വന്നവർ പറഞ്ഞപ്പോൾ അറിയുന്നത്. ഇങ്ങനൊരു സംഭവം അവിടെ നടന്നു. അദ്ദേഹത്തിന്റെ ഫ്യൂണറലും കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞു. വ്യത്യാസം കേട്ടോണം. 98 വർഷം കഴിഞ്ഞു. 1963 അതേ അമേരിക്കൻ പ്രസിഡന്റായ കെന്നഡിയെ ഡാളസിൽ വെച്ച് വെടിവെച്ച് കൊല്ലുമ്പോൾ തത്സമയം യൂറോപ്പുകാർ കണ്ടു. വീണ്ടും ഒരു 65 വർഷം കഴിഞ്ഞപ്പം ഇസ്രായേൽ കൊണ്ട് ഗാസയിൽ കൊണ്ട് തീ തുപ്പുന്ന ടാങ്കും മിസൈലും അടിക്കുന്നത് പന്തളത്തും കുന്നിക്കുഴിയിലും അച്ചായ നേരിട്ട് കണ്ടു. കാലന്മാരത് കണ്ടു. ലോകത്തിൽ എല്ലാം വിരൽ തുമ്പിൽ. പുറമേ നോക്കുമ്പോൾ നല്ല സന്തോഷമാ. ഒരു സാധനം മേടിക്കാൻ വീട്ടിൽ പോകണ്ട, സൂത്രത്തെ ഞെക്കിയാൽ വീട്ടിൽ വരും. മസാലദോശ മുതൽ കാറ് വരെ വീട്ടിൽ കൊണ്ടുതരും. വല്ലം പ്രയാസമുണ്ടോ? പഴയ കാലം ഈ കാലം ക്രൈസ്തവ ലോകം ഒരു വലിയ പ്രതിസന്ധി. ഞാൻ വരാൻ പോവുക. അതിന്റെ പ്രത്യേകത പറയാ. ഈ ലോകത്തിന്റെ ആകർഷണം പറയുക. ഇതിൽ നിന്ന് വേണം സ്വർഗീയ വിളി പ്രാപിച്ചവരെ വിശുദ്ധിയിലും വേർപാടിലും നിൽക്കാൻ. അതിനാ പറയുന്നത്. ഇതൊന്നും വേണ്ടെന്നോ പാപമാണെന്നോ അല്ല. ആ മനോഹരത കേട്ടോണം. അടുത്തത് നമ്മുടെയൊക്കെ വീടുകൾ എന്തുവാ? മനോഹരമായ വാസസ്ഥലങ്ങൾ. വീടെന്നുള്ള പേര് ഇനി കളയാം. എന്താ ചോദിച്ചാൽ അത്ര മനോഹരമായ വാസസ്ഥലം. ഞാൻ ചിന്തിക്കും, കഴിഞ്ഞ നൂറ്റാണ്ട് ജീവിച്ച ഒരു അപ്പച്ചനെ ഇന്നത്തെ വീട്ടിലെ ബാത്റൂം കൊണ്ട് കാണിച്ച പുള്ളി തലകറങ്ങി താഴെ വീഴും. അത് കൊച്ചു പിള്ളേർക്ക് അറിയാമല്ലോ, ആ സിസ്റ്റം അതാ. മനോഹരമായ വാസസ്ഥലങ്ങൾ നോക്കിക്കേ. എല്ലാ വീട്ടിലും വാഹനങ്ങൾ 10, 12, 15, 16 കിലോമീറ്റർ നടന്ന കാലമെല്ലാം പോയി. ഇവിടുന്ന് പന്തളം വരെ നടന്ന ഒരൊറ്റ വ്യക്തി ഇപ്പം പറയാമോ ഞാൻ 1000 രൂപ തരാം? ആരും കാണുകയില്ല. അതുകൊണ്ട് 1000 രൂപ ഓഫർ ഇട്ടത്. കാലം മാറിയത് കണ്ടോ? ഇവിടുന്ന് പന്തളം വരെ നടന്നത് ഒരൊറ്റ വ്യക്തി പറയത്തില്ല. കാലം മാറി. ആർക്കും നടക്കണ്ട. എന്താ? എല്ലാ വീടുകളിലും വാഹനം. വളരെ മനോഹരം. നമ്മൾ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് പറയാൻ ഇത് പറയുന്നത്. വസ്ത്രങ്ങൾ പറയണ്ടല്ലോ. ഞാൻ കർത്താവിന്റെ കാലത്ത് എന്ത് തിന്നും? എന്താ കാര്യം എന്നറിയാം. അങ്ങനെ പറയാൻ കാരണമാണ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അന്നത്തെ കാലത്ത് എന്ത് തിന്നും? ഭക്ഷണം ഈ ഫ്രിഡ്ജ് എന്നുള്ള കാലം ഒരൊറ്റ അപ്പം വേസ്റ്റ് ആക്കാനൊക്കത്തില്ല. അപ്പമെല്ലാം ചുട്ട് കഴിഞ്ഞാൽ സന്ധ്യ ഇസ്രായേൽ യഹൂദന് 6 മണിയാകുമ്പോൾ നേരം തീർന്നു. പിറ്റേ ദിവസമായി 4, 5 അപ്പം മിച്ചം വന്നാൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഗ്രാമങ്ങളിൽ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ മൂപ്പൻ, വേദപുസ്തക ഭാഷ, ഗ്രാമത്തലവൻ. അദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ വീട്ടിലെ രാജൻ ബ്രദർ ആ ഗ്രാമത്തലവനെങ്കിൽ അന്നത്തെ കാലത്തെ അദ്ദേഹത്തിന്റെ വീടിന്റെ പ്രധാന മുറിയിൽ 4 അടി സ്ക്വയറിൽ ഒരു കുഴിയുണ്ട്. ആ കുഴി ഒലിവലയും വേറെ 2 ഇലകൾ ഇട്ടത് ഭംഗിയാക്കില്ല മൾച്ച് ചെയ്യും. എന്നിട്ട് ഈ
കൊണ്ടിരുന്ന മിച്ചം വരുന്ന അപ്പം ഉണ്ടല്ലോ, വീട്ടിൽ വരുന്ന മിച്ചം, അപ്പം വരുന്ന മിച്ചം അവിടെ കൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കണം. അദ്ദേഹം അത് എബ്രായ ലേശയിൽ അച്ചാമ്മ 2 അപ്പം, മനസ്സിലായി, ഏലിയാമ്മ കുന്നിക്കുഴി 3 അപ്പം എഴുതി വെക്കും. അത് ഏലിയാമ്മയുടെ അപ്പം, ഇത് അച്ചാമ്മയുടെ അപ്പം എഴുതി വെച്ച് അടയ്ക്കും. പിറ്റേ ദിവസം എടുത്തു കൊടുക്കും. അവിടെയാ ഒരാൾ എന്ന് ചോദിച്ച, സ്നേഹിത 3 അപ്പം വായ്പ തരാമോ? അവിടെയുണ്ട് സാധനം. ആ കാലത്തെ എന്ത് തിന്നും, ഇന്ന് ഏത് തിന്നും? ഫ്രിഡ്ജ് തുറക്കാൻ പേടിയല്ലേ? തുറന്നാൽ അതിനകത്ത് നിന്ന് ഇങ്ങോട്ട് ചാടും. അത് പ്രസ് ചെയ്ത് അകത്ത് വെച്ചിട്ട് വേണം പുതുത് വെക്കാൻ. ഏതുടുക്കും? അന്ന് എന്തുടുക്കുമെന്നാ? ഒറ്റ ഉടുപ്പാ സാധാരണക്കാർക്ക്. ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ ഒറ്റ ഉടുപ്പാ. സൈമൺ ഭാഷയെ പോലുള്ളവർക്ക് 2 ഉടുപ്പ്. 2 ഉടുപ്പെന്ന് പറഞ്ഞാൽ ധനികനാ. നിങ്ങൾ ബൈബിള് വായിച്ചാൽ കാണാം, 2 വസ്ത്രമുള്ളവൻ 1 കൊടുക്കാൻ പറഞ്ഞതിന് കാരണമല്ല. ഇന്ന് ഏതുടുക്കും? സാരിയുടെ എണ്ണം ഉണ്ടോ അമ്മാമേ? എത്ര ഷർട്ടും പാൻറ്റും ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒരാളൊന്ന് കൈ ഉയർത്തിക്കുക. ആർക്കും അറിയാൻ മേല. കാലം മാറി. ഇഷ്ടംപോലെ വസ്ത്രങ്ങൾ, താമസിക്കുന്ന മനോഹരമായ വാസസ്ഥലങ്ങൾ, സഞ്ചരിക്കാൻ കൊട്ടാര തുല്യമായ കാറ്. പിന്നെ നോക്കിക്കോണം, പഴയ കാലത്തേക്ക് നോക്കിയാൽ ഞായറാഴ്ച രാവിലെ ഒരു കൈയിൽ ബൈബിളുമായിട്ട് പോയി ആരാധിക്കുന്ന, അതും വേണ്ട, ബൈബിളല്ല, ഇടത്തെ കൈയിൽ കാപ്പിപ്പാത്രം, വലത്തെ കൈയിൽ റിമോട്ടും പിടിച്ച് വീട്ടിലെ ബെഡ്റൂമിൽ ഇരുന്നുകൊണ്ട് ചാരി ഇരുന്ന് ആരാധന കാണുന്ന സിസ്റ്റം. അങ്ങനെയും വന്നു. കാലം മാറിയത് കണ്ടു. വളരെയധികം വ്യത്യാസത്തിലേക്ക് വന്നിരിക്കുകയാണ്. പഴയ കാലത്തെ കുഞ്ഞുങ്ങളെ താരാട്ടുപാടി ഉറക്കും അമ്മമാര്, നമുക്ക് ആ പാട്ടൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് അറിയാൻ പോലും മേല. രാരി രാരോ എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ ഉറക്കുന്ന ഒരൊറ്റ അമ്മ ഉറക്കത്തില്ല. ഉറക്കേണ്ട കാര്യമില്ല. കുഞ്ഞിനെ കെട്ടിലോട്ട് കിടത്തിയാൽ 1.5 ടൺ AC ഹൂന്ന് മുളി കുഞ്ഞിനെ ഉറക്കും, അമ്മയെ ഉറക്കും, വല്യമ്മയെ ഉറക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്വർഗീയ വിളി കേട്ട നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇതെല്ലാം പുറമേ കാണുന്ന ഒരു മോടിയാണ്. ഇതിനകത്ത് ഈ ഭൂമി 850 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമി ഒരു പുകയുന്ന അഗ്നിപർവ്വതമാണ്. ഈ ലോകത്തിലെ ഏറ്റവും പ്രശ്നം ഇവിടുത്തെ കന്നുകാലികൾക്കോ പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ ചെടികൾക്കോ അല്ല, അവർക്കും എല്ലാം പ്രശ്നം, എല്ലാം ദ്രവത്വമാണ്. ഏറ്റവും അധികം പ്രശ്നം മനുഷ്യവർഗത്തിനാണ്. ശാരീരിക ആരോഗ്യം തകർന്നില്ലേ? 40 വയസ്സ് കഴിഞ്ഞാൽ മിനിമം 3 രോഗം മിനിമമാ, അല്ലേ? 40 വയസ്സ് കഴിഞ്ഞൊരു പറ. കഴിഞ്ഞ 2 തലമുറ മുമ്പ് വരെ രോഗം വരും, പൊറുക്കും, ആരോഗ്യവാനായി വീട്ടിൽ പോകും. ഇപ്പോൾ അങ്ങനല്ല. ഡോക്ടർ പറയും ലൈഫ് ലോങ് ഗുളിക കഴിച്ചോ. 1 രോഗമല്ല, 2 രോഗമല്ല, 3 രോഗമല്ല, ആവറേജ് സാധാരണക്കാരന് 3. പിന്നെ അങ്ങോട്ട് ഏജ് കൂടുന്തോറും 4, 5, 6, 7 എണ്ണം പറയാതെ നിങ്ങൾക്കറിയാം. അതിനും പല കാരണങ്ങളാണ്. പ്രധാന കാരണം തമ്പുരാന്റെ സൃഷ്ടിയിൽ നിന്നും വികസനം വന്ന് മാറിയ സംഗതി മാറും. നിങ്ങൾക്കറിയാമോ, ഏദൻ തോട്ടത്തിൽ ദൈവം തമ്പുരാൻ മനുഷ്യവർഗത്തിന് വേണ്ടിയത് മുഴുവൻ സൃഷ്ടിച്ചിട്ട് നല്ലതെന്ന് കണ്ടിട്ട് മാത്രമാണ് ഒടുവിൽ മനുഷ്യനെ സൃഷ്ടിച്ചത്. അന്ന് സൃഷ്ടിച്ച മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതൊന്നുമില്ല. അന്ന് ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച തക്കാളി ഇട്ടല്ല അമ്മാമ ഇന്ന് സാമ്പാർ ഉണ്ടാക്കിയത്. ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച കോഴിയുടെ മുട്ടയല്ല ചായ രാവിലെ കഴിച്ചത്, അത് പോയി. ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച പശുവിന്റെ പാലല്ല നമ്മൾ കുടിക്കുന്ന ചായ, അത് മുഴുവൻ, ആ സിസ്റ്റം മുഴുവൻ പോയി. പുതിയൊരു സിസ്റ്റത്തിലേക്ക് വന്നപ്പോൾ രോഗം വന്നു കയറാൻ തുടങ്ങി. ഈ ലോകം രോഗികളുടെ കൂടാരമായി. 2, ആത്മാർത്ഥത എന്ന് പറയുന്നത് വറ്റി വരേണ്ട ഒരു കാലം. ശരിയാണോ? ഓരോരുത്തരും നിങ്ങൾ നോക്കിക്കേ, സിൻസിയാരിറ്റി എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. മനുഷ്യ ജീവിതത്തിന്റെ സ്വഭാവത്തിന്റെ പുഷ്പമാണ് സ്നേഹം. അത് തീർന്നില്ലേ? ഇന്നത്തെ സ്നേഹം മുഴുവൻ ഒന്നുകിൽ മെക്കാനിക്കൽ ലവ്, യാന്ത്രിക സ്നേഹം, കാര്യം സാധിക്കാനുള്ള സ്നേഹം, പണം കിട്ടാനുള്ള സ്നേഹം, ജോലി കിട്ടാനുള്ള സ്നേഹം, എന്തെങ്കിലും കിട്ടാൻ. ആത്മാർത്ഥമായ സ്നേഹം പോയില്ലേ? വൈരാഗ്യത്തിന്റെ സ്നേഹം. എന്നോടൊരു സഹോദരൻ പറഞ്ഞു, സത്യമാണെങ്കിൽ കുറച്ച് ഭയങ്കരമായി, ഞങ്ങളുടെ വീടിന് അവിടെ ഒരു 10-20 കിലോമീറ്റർ അപ്പുറത്താ ഒരു ഭർത്താവിന്റെ സ്നേഹം നോക്കിക്കോണം. മുക്കുടിയനാ. മൂക്കുടിയൻ നല്ല സമ്പത്തുണ്ടെന്നാ പറഞ്ഞത്. 10 ഏക്കർ റബ്ബർ പ്ലാന്റേഷനാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഓർത്തോണം, നല്ല എക്കണോമി ഒക്കെ ഉള്ള ആളാ. മുക്കുടിയൻ കുടിച്ച് ഒടുവിൽ രോഗം മൂർച്ഛിച്ച് ഹോസ്പിറ്റലാക്കി കഴിഞ്ഞാൽ ഡോക്ടറായിരുന്നു, നല്ലൊരു ഡോക്ടറാണ്. വിളിച്ചു പറഞ്ഞു, ഭാര്യയെ വിളിച്ചു, ഇവിടെ കിടന്നിട്ടൊന്നും കാര്യമില്ല, നേരത്തെ നിങ്ങൾ നോക്കണം, ഇദ്ദേഹത്തിൻ്റെ കിഡ്നി 2 ഫെയിലായി, കാല് 2 വാഴയുടെ വലുപ്പത്തിലായി, ഇനി ഇവിടെ ഇട്ടാരും കാര്യമില്ല, നിങ്ങൾ അതിനോട് ഹൈ ഡയബറ്റിക്കും. നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള ഭക്ഷണം എന്നാ വിളിച്ചാൽ പുള്ളി ചോദിക്കുന്ന കൊടുത്തങ്ങ് പറഞ്ഞു വിടാൻ പറഞ്ഞു. എന്നാ വേണേലും കൊടുത്തോളാൻ പറഞ്ഞു. കാരണം ഏതായാലും പോക്കാം.
അങ്ങനെ ഈ പുള്ളിക്കാരനെ കൊണ്ടുവന്ന് കിടത്തിയെന്ന സംഭവം പറഞ്ഞ് എന്നോട് പറഞ്ഞു. ഈ പുള്ളിക്ക് മനസ്സിലായി പോക്കടിക്കാറായി. കാലിൽ ഇങ്ങനെ വാഴയുടെ വലിപ്പം പോലെ. പുള്ളി ഭാര്യയെ വിളിച്ച് 3 ഗുണദോഷ സ്നേഹം നോക്കിക്കോണം. എടീ, ഞാൻ ഫെഡറൽ ബാങ്ക് നിന്നോടുള്ള വൈരാഗ്യത്തിന് 20 ലക്ഷം രൂപ ഇട്ടിരിക്കുന്ന എൻ്റെ പേരിലാണ്. ഞാൻ മരിച്ചാൽ നിനക്കത് കിട്ടുകയില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യുന്നു, നീ ഇന്ന് മാനേജർക്ക് ചെന്ന് നോമിനേഷൻ ഫോം മേടിച്ചുകൊണ്ട് വരണം. ഞാൻ ഒപ്പിട്ട് തരാം, നിൻ്റെയും കൂടെ പേരിലാക്കിക്കോ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ രൂപ നീ എടുത്തോ. ഈ സഹോദരി കണ്ണീരോടെ കേൾക്കുക. രണ്ടാമത് പറയടി, മരിച്ച ഞാൻ സ്വർഗത്തിൽ പോകത്തില്ല, എനിക്കറിയാം, നരകത്തിലേ പോകത്തുള്ളൂ. അതുകൊണ്ട് പോഷ് പരിപാടിയൊന്നും വേണ്ട. സാധാരണ ഒരു ശവപ്പെട്ടിയും മേടിച്ച് അച്ഛനെ വിളിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ശവം അങ്ങ് അടക്കിക്കോ. കാരണം കാശ് നീ കളഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, ഞാൻ നരകത്തിലേ പോകത്തു. പുള്ളിക്ക് പിടികിട്ടി. മൂന്നാമത് പറഞ്ഞ് കേട്ടപ്പോൾ ആ സഹോദരി പൊട്ടിത്തെറിച്ചു. ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടെ അധികം നാൾ കഴിയുന്നതിന് മുമ്പ് നീ കിഴക്കേ വീട്ടിലെ രാജനെ 2ാമത് കല്യാണം കഴിക്കണം. ഉടനെ ഈ സഹോദരി ചോദിച്ചത്, നിങ്ങൾ എന്നാ മനുഷ്യനാ, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി ഇത് പറയാവോ? അത് ഞാൻ ആരെ കല്യാണം കഴിക്കണം? കിഴക്കേ വീട്ടിലെ രാജൻ. അവനാരാ? നിങ്ങളുടെ ബദ്ധ ശത്രു. ഉടനെ ഈ പുള്ളി പറഞ്ഞു, എടി അതുകൊണ്ടാ പറഞ്ഞ അവനും കുറച്ച് അനുഭവിച്ചോട്ടെ. ഈ ലോകത്തിൽ നിന്നാണ് സ്വർഗീയ വിളിക്ക് യോഗ്യരായ ദൈവമക്കൾ വന്നിരിക്കുന്നത്. കരങ്ങളെ കുറിച്ച് സ്തുതിച്ച്. സ്നേഹം വറ്റി വരണ്ട ലോകത്തിൽ നിന്നാണ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. സകല കൃത്രിമം നിറഞ്ഞ ലോകത്തിൽ, ആത്മാർത്ഥയില്ലാത്ത സ്നേഹം, മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത തലമുറയുള്ള ഒരു ലോകം. ഇന്ന് 60 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഇവിടെ കാണുകയല്ലേ? മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് 60 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് 60-62 ആകുമ്പോൾ വെപ്രാളമാണെന്നാ. ഏതാ വെപ്രാളം? എന്താ? നല്ല പ്രായത്തിൽ അധ്വാനിച്ച് പണം ഉണ്ടാക്കി, അധ്വാനിച്ച് മക്കളെ പഠിപ്പിച്ച് അവർക്ക് നല്ല ജോലിയും മേടിച്ചു കൊടുത്ത് വിവാഹിതരാക്കി എല്ലാം വിട്ടു. ഒരാളെ സൗദി അറേബ്യയില്, ഒരാളെ സിംഗപ്പൂരില്, ഒരാളെ കാനഡയില്, ഒരാളെ എവിടെയാ അമേരിക്കയില്, എല്ലാമായി. ഈ 65 വയസ്സ് കഴിഞ്ഞു. കാലിനും കൈക്കും ഒക്കെ വേദന വന്നപ്പം ഒന്ന് തീരുമാനം ആരുമില്ല. എവിടെയാ? എല്ലാവരുടെ രാജ്യത്ത് ആരും സഹായിക്കാനില്ല. ഒടി നിങ്ങൾക്കറിയാവോ, കേരളത്തിൽ ഈ അടുത്ത 2-3 വർഷം കൊണ്ട് സകലയിടത്തും വർദ്ധിക്കുന്ന 2 സിസ്റ്റം ഉണ്ട്. എല്ലാ ഗ്രാമങ്ങളിലും പെരുകുന്ന ഒരു സാധന ബാർ ഹോട്ടൽ. ഓണം കയറാ മൂല ചെന്നാലും ബാർ ഹോട്ടലുണ്ട്. അതുപോലെ വേറൊരു സൂത്രം കയറി വന്നിട്ടുണ്ട്, വൃദ്ധസദനം, ഓൾഡ് ഏജ് ഹോം. കണ്ടിട്ടില്ലേ? അതായത് ഇവർക്ക് ടെൻഷൻ 60 വയസ്സ് കഴിയുമ്പോൾ അവിടെ കൊണ്ട് തള്ളും. കാലത്ത് എക്കണമെങ്കിൽ ബംഗാളി വരണം. കാലം മാറിയത് കണ്ടോ? അങ്ങനെ ഒരു ലോകത്തിലാണ് നിങ്ങളെ എന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. മ്ലേച്ഛത ആകാശത്തോളം മുങ്ങി പൊങ്ങി നിൽക്കുന്ന കാലം. പത്രവാർത്തകൾ വായിക്കാൻ മാന്യതയുള്ളവർക്ക് ലജ്ജയല്ലേ? എന്തെല്ലാം മ്ലേച്ഛതയേറിയ വാക്ക്. ലജ്ജയായതിൽ മാനം തോന്നും. ഞാനൊരു പടം കണ്ടു, പ്രമുഖമായ ദിനപത്രത്തിലാ. ഒരു കൂട്ടബലാത്സംഗത്തിന്റെ 2 പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക. കൂട്ടബലാത്സംഗം. ഈ കൊണ്ടുപോകുന്ന പ്രതികൾ പോകുന്നത് ഫുട്ബോൾ കളിച്ച് ജയിച്ച ജേതാവിനെ പോലെ പോകുന്നത്. അവന്റെ നിപ്പ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നോക്കിക്കേ, ഇതിനാണ് വേദപുസ്തകം പറയുന്നത് ലജ്ജയായതിൽ മാനം. അങ്ങനെയൊരു കാലം. എല്ലാം കച്ചവട മനസ്ഥിതി, ആർക്കും ആരെ വിശ്വസിക്കാൻ മേലാത്തൊരു കാലം. ഇതിനകത്ത് നിങ്ങളെ എന്നെ വിളിച്ചത് എന്തിന്? അതാണ് നമ്മുടെ വിഷയം. എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അന്ധകാരത്തിൽ നിന്ന് വലതുപ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നത് ഇവിടെ ജീവിച്ച് തീർക്കാനല്ല. എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിത്യതയ്ക്കാ. ഇവിടെ തീരുകയില്ല. ഇത് വെറും ആരംഭം മാത്രമാ. ഈ തലമുറയിൽ ഈ സിസ്റ്റം മാറാൻ പോകുന്നു. പക്ഷെ എൻ്റെ നിങ്ങളുടെ ജീവിതം ഇവിടെ തീരാനുള്ളതല്ല. നമ്മളെ വിളിച്ചിരിക്കുന്നത് നിത്യതയ്ക്കാ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം അവനെ നൽകിയെങ്കിൽ, കർത്താവായ യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടും ജനിച്ച ദൈവമക്കൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് പറയും. ക്രിസ്തീയ ഭവനത്തിൽ ജനിക്കുന്നത് നല്ലതാ, ഏതെങ്കിലും ഒരു ക്രൈസ്തവ സഭയുടെ അംഗമാകുന്നത് നല്ലതാ. അതുകൊണ്ടൊന്നും കാര്യമായില്ല. നിത്യജീവൻ കിട്ടണേ വീണ്ടും ജനിക്കണം. അത് വളരെ കറക്റ്റാ. നോക്കിക്കേ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിച്ച വേഗം. യോഹന്നാൻ 3:3. ആ വാക്യത്തിന്റെ ഗൗരവം ദൈവമക്കൾ മനസ്സിലാക്കാൻ. ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവമക്കളെ, ഇത് നമുക്ക് കാണാം. ഇത് ആരോടാ പറഞ്ഞത്? അച്ചായൻ പറഞ്ഞു നീക്കോദിമോസ്. നീക്കോദിമോസ് ആരാ? യെസ്, പ്രമാണി. വെരി ഗുഡ്. ഉണ്ടോ? അല്ലോ വേറെ വല്ലതും പ്രത്യേകത ഉണ്ടോ? അവിടെയാണ് ഗൗരവം മനസ്സിലാക്കേണ്ടത്. നീക്കോദിമോസിന്റെ പ്രത്യേകതയുണ്ട്. അന്നേരം ആർക്കും അറിയാൻ മേല. നീക്കോദിമോസിനും അറിയാൻ മേല, യേശുവിന് മാത്രം അറിയാം.
കാരണം യേശു ദൈവമാണ്. തൻ്റെ മുമ്പിൽ നിൽക്കുക നിക്കോദിമോസ്. യേശുവിനറിയാം തൻ്റെ ശരീരം മാനവജാതിയുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമാകും. അപ്പോൾ സ്വർഗത്തിലൊരു നിർണയം വെച്ചിട്ടുണ്ട്, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ അനുവദിക്കത്തില്ല. കർത്താവിനറിയാം ഞാൻ ക്രൂശിൽ കിടക്കും, മരിക്കും. 6 മണിക്കൂർ ജീവനോടെ ഞാൻ ക്രൂശിൽ കിടക്കും. 6 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ മരിച്ചു, എൻ്റെ ശരീരം മരിക്കും. ഞാൻ പർദീസയിൽ പോയി പഴയ നിയമഭക്തന്മാരുമായി പർദീസയിലേക്കും പോകും. പക്ഷേ ഈ ശരീരം മരിക്കുമ്പോൾ സ്വർഗത്തിലെ സിസ്റ്റം ദ്രവത്വം വരാൻ പാടില്ല. യേശുവിൻ്റെ ശരീരം അന്നൊരു മനുഷ്യ ശരീരമാണ്. ഒരു മനുഷ്യ ശരീരം മരിച്ചു കഴിഞ്ഞാൽ മരണത്തിന് 2 ഭാഗമുണ്ട്. സോമാറ്റിക്കൽ ഡെത്ത്, മോളിക്യൂളർ ഡെത്ത്. സയൻസ് സോമാറ്റിക്കൽ ഡെത്തും മോളിക്യൂളർ ഡെത്തും ഉണ്ട്. സോമാറ്റിക്കൽ ഡെത്ത് എന്ന് പറയുന്നത് ശ്വാസം പോകുന്നു. അതുകൊണ്ട് മരണം സംഭവിച്ചില്ല. മരണം പൂർണ്ണമാകണമെങ്കിൽ 3 മണിക്കൂർ കഴിയുമ്പോൾ കോശങ്ങൾ മരിക്കും. അപ്പോൾ മരണം പൂർണ്ണമാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ മോർച്ചറി കൊണ്ടുചെല്ലണമെങ്കിൽ 3 മണിക്കൂറിനകം കൊണ്ടുചെന്നിരിക്കണം, അല്ലെങ്കിൽ എടുക്കുകയില്ല. നമ്മുടെ കോശങ്ങൾ മരിക്കുന്നത്, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആളിൻ്റെ ജീവൻ പോയെന്നേ ഉള്ളൂ, ശരീരത്തിൽ ചത്തിട്ടില്ല. കോശങ്ങൾ അത് 3 മണിക്കൂർ 180 മിനിറ്റ് കഴിയുമ്പോൾ കോശം ചാവും. അതുവരെ പിടിച്ചു നിൽക്കാനുള്ള ശക്തിയുണ്ട്. അപ്പോൾ നമ്മുടെ കർത്താവും പൂർണ്ണ മനുഷ്യനായിരുന്നു, പൂർണ്ണ ദൈവമായിരുന്നു. യേശു മരിച്ചപ്പോൾ, അവിടെ കിടന്ന് മരിച്ചപ്പോൾ ഇത് പൂർണ്ണ ശരീരമാണ്. 3 മണിക്കൂർ കഴിയുമ്പോൾ ഇത് ദ്രവത്വം കാണാൻ പാടില്ല. അതിനുള്ള ടെക്നിക്ക് എന്താണ്? അതിന് സ്വർഗം കണ്ട പുള്ളിയായി മുമ്പിൽ നിൽക്കുന്ന ആരാ? നിക്കോദിമോസ്. മാത്രമല്ല ഒറ്റ അസ്ഥി ഒടിയാനും പാടില്ല. 3 ആണിയിൽ തൂങ്ങിക്കിടക്കുന്ന 33 വയസ്സ് പ്രായമുള്ള ഒരു യൗവനക്കാരൻ്റെ ശരീരം ഇറക്കണ ചെറിയ കാര്യമാണോ? ക്രൂശെ തൊടാനൊക്കത്തില്ല, അറിയാവും. അതൊരു ഇംപ്ലിമെൻ്റ് റോമൻ ഗവൺമെൻറ്. അത് തൊട്ടാൽ അവനെ പിടിച്ച് ക്രൂശിക്കും. അതിലെങ്കിലും കളിക്കാനൊക്കത്തില്ല. അപ്പം നിങ്ങളൊന്ന് സങ്കല്പിക്കണം, 3 ആണിയിൽ ഒരു യൗവനക്കാരൻ തൂങ്ങിക്കിടക്കുന്നു, എങ്ങനെ എടുക്കും? ചിന്തിച്ചിട്ടുണ്ടോ? 3 ആണി മാത്രമല്ല, 2 കയറൂടെ കെട്ടും, അല്ലെങ്കിൽ നടക്കത്തില്ല. 2 പേരുണ്ട്, അരിമത്തിയിലെ ജോസഫും നിക്കോദിമോസും. ഒരാൾ ഈ ബോഡിയെ കെട്ടിപ്പിടിക്കും, ഒരാൾ ആണി ഊരും, ഊർത്തി താഴെ ഇറക്കും. ഇറക്കിയിട്ട് ഇത് ദ്രവത്വം കാണാതിരിക്കാൻ 50 കിലോ തൂക്കമുള്ള 2 കോമ്പിനേഷൻ കൊണ്ടുവന്ന് കവർ ചെയ്ത്, ഇതിനാ, അല്ല ഭംഗിക്കല്ല. 50 കിലോ തൂക്കമുള്ള മൂറും അകിലും എന്ന് പറഞ്ഞ യഹൂദന്മാരുടെ ഇടയിൽ, ഈജിപ്ഷ്യൻസിൻ്റെ ഇടയിൽ പഴയ കാലത്ത് ശരീരം മമ്മിയാക്കും. വീട്ടിലെ കുഞ്ഞമ്മയുടെ മമ്മിയല്ല, ശരീരം മമ്മിയാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് സുഗന്ധം. ആ സാധനം കൊണ്ടുവന്ന് 50 കിലോ ഉള്ളത് ഈ 33 വയസ്സുകാരൻ്റെ ശരീരത്തിന് മുഴുവൻ പൊതിയണം. എന്തിനാ? കൃമി കയറരുതേ. ഇത് 3 മണിക്കൂർ കഴിയുമ്പോൾ അവിടെ കൊണ്ട് വെക്കും. എവിടെ? കല്ലറയിൽ. കല്ലറയ്ക്കകത്ത് വെച്ച സംഗതി മാറി. അതുവരെ ദ്രവത്വം വരാൻ പാടില്ല. അതിന് ഇത്രയും ചെയ്യാൻ സ്വർഗം കണ്ട പുള്ളിയാ ഈ മുമ്പിൽ നിൽക്കുന്നത്, കൈലി കൊടുത്ത്. ഇന്നത്തെ ഭാഷ പറഞ്ഞതാ. അപ്പൊ കർത്താവ് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, എൻ്റെ ശവം നീ അടക്കും, ദ്രവത്വം കാണാതിരിക്കാൻ ഈ പണിയൊക്കെ നീ ചെയ്യും. പക്ഷെങ്കിൽ നീ സ്വർഗത്തിൽ വരണമെങ്കിൽ വീണ്ടും ജനിക്കണം. അതിൽ കൂടുതൽ യോഗ്യതയുള്ള ഒറ്റ ക്രൈസ്തവൻ ഈ ലോകത്തിൽ ഇല്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, വീണ്ടും ജനിക്കാതെ നിത്യജീവൻ കിട്ടത്തില്ല. നിത്യജീവൻ കിട്ടിക്കഴിയുമ്പോൾ നോക്കിക്കോണം, ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. നമ്മളിൽ നിൽക്കുന്ന ഈ കാലം, യുഗത്തിന്റെ അവസാനം, വലിയ സിസ്റ്റം വരാൻ പോകുന്നു. അത് നിങ്ങൾക്കറിയാം. ഈ തലമുറയിൽ കർത്താവിന്റെ വരവാണ്. അത് തെളിയിക്കാൻ എനിക്ക് രാത്രി എനിക്ക് സമയമില്ല. എങ്കിലും ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ദൈവമക്കളുടെ ആത്മീയ വർധനവിന് ഈ തലമുറ ക്രൈസ്തവ ലോകത്തിന്റെ വചനപ്രകാരമുള്ള ക്രൈസ്തവ സഭകളുടെ അവസാനത്തെ തലമുറയാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ആണ്ടും മാസവും തീയതിയും കൂട്ടിക്കുറിക്കരുത്. ഇതിനകത്ത് വീഡിയോ എടുക്കുന്നുണ്ട്. ഏതാനും ഭാഗം കട്ട് ചെയ്ത് തോമസ് മാമൻ ഇങ്ങനെ പറഞ്ഞെന്ന് പറയരുത്. എങ്കിലും ഞാനൊന്ന് പറയാം, ആണ്ടും മാസവും തീയതിയും കൂട്ടിക്കുറിക്കാൻ പാടില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന സമയം പുത്രൻ. ഒന്ന് വായിച്ചേ, മർക്കോസിന്റെ സുവിശേഷം 13:32 വായിച്ചേ. 13:32. ദൈവദാസന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്കൂടെ ഞാൻ പറയാം, ക്രിട്ടിക് ടൈം പറയാനാ. വായിച്ചാട്ടെ, മർക്കോസ് 13:32. ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ആണോ തോമസ്വാമിന് പറയാൻ നോക്കുന്നത്? ആർക്കും പറയാൻ ഒക്കത്തില്ല. എന്നാൽ മത്തായിയുടെ സുവിശേഷം 10:16 പറയുന്നത്, നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കലങ്കരുമാണെങ്കിൽ കാലത്തെ വിവേചിക്കണം. കാലത്തെ വിവേചിക്കുമ്പോൾ മനസ്സിലാകും 3 കാരണങ്ങളാൽ
2026 ആദ്യത്തെ 10-ാം ദിവസം നമ്മൾ നിൽക്കുന്നെങ്കിൽ 2026 മുതൽ 2030 വരെയുള്ള വർഷങ്ങൾ ക്രൈസ്തവ ലോകത്തിന്, വചനപ്രകാരമുള്ള ക്രൈസ്തവ ലോകത്തിന് ക്രിട്ടിക്കാം. ഒന്നാമത്തെ കാര്യം നോക്കിയേ, 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ഒരു ദിവസം പോലെ. അപ്പൊ നമ്മുടെ 1000 വർഷം തമ്പുരാന്റെ ഒരു ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ തമ്പുരാന്റെ 6 ദിവസം കഴിഞ്ഞാൽ ബൈബിള് പറയുന്നു പിന്നെ തമ്പുരാന്റെ എന്നതാ? ശബദ. ലോകമുണ്ടായി 2 ദിവസം തമ്പുരാന്റെ കഴിഞ്ഞു. 2000 വർഷം കഴിഞ്ഞപ്പോൾ ഒരു വലിയ സംഭവം ഉണ്ടായി. ആ സംഭവമാണ് നോഹയുടെ കാലത്തെ ജലപ്രളയം. BC ഇന്നേക്ക് 4000 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ഒന്നാമത്തെ സംഭവം, ദൈവത്തമ്പുരാൻ ഈ ഭൂമിയെ സൃഷ്ടിച്ച് 2 ദിവസം, ദൈവത്തിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ നോഹയുടെ കാലത്തെ ജലപ്രളയം. വീണ്ടും ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞു. 4000 വർഷം വന്നപ്പോൾ പഴയ നിയമകാലത്തെ പുതിയ നിയമകാലത്തെ രണ്ടായി മാറ്റിക്കൊണ്ടത് പ്രൈസ് ന്യായപ്രമാണ യുഗത്തെ നിവർത്തിച്ചുകൊണ്ട് കൃപായുഗത്തിന്റെ ആരംഭമായി കർത്താവായ യേശു ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു. അപ്പൊ ദൈവത്തിന്റെ 4 ദിവസമായി. ഇനിയൊരു 2 ദിവസം കഴിയുമ്പോൾ ദൈവത്തിന്റെ 6 ദിവസമാകുകയാണെങ്കിൽ 2026 എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചിട്ട് 2000 വർഷം തികയുക. കർത്താവ് ജനിച്ചത് BC 4-ൽ. തിരുവചനം പറയുന്നു യേശുവിന് തന്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ 30 വയസ്സ്. 2026-ൽ നോക്കിക്കേ, AD 26-ലാണ് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം. അങ്ങനെയാണെങ്കിൽ കൃത്യം 2000 വർഷമായി ഈ വർഷം. അടുത്തത് ഏറ്റവും പ്രധാനം, അത്തി തളിർത്തു. 948 ഇസ്രായേലാകുന്ന അത്തി തളിർത്തു. എത്ര മണി വരെ മീറ്റിംഗ്? 9 അല്ലേ? അത്തിയെ നോക്കി നിങ്ങളൊരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പിളതായി ഇല തളർക്കുമ്പോൾ വേനലെടുത്തെന്ന് അറിയുന്നല്ലോ. മത്തായി 24:32. അങ്ങനെ ഇതൊക്കെ സംഭവിക്കുമ്പോൾ അവൻ അടുക്കൽ വാതുക്കൽ. അടുത്തത് കേട്ടോണം, ഇത് സംഭവിക്കുമ്പോൾ ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകത്തില്ല. കർത്താവ് പറഞ്ഞതാ ഇസ്രായേലാകുന്ന അത്തിയ. ഇസ്രായേലിനെ 3 മരത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. ആത്മീയമായി മുന്തിരി, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എന്റെ പിതാവ് തോട്ടക്കാരൻ, അല്ലേ? അടുത്ത രാഷ്ട്രീയമായ അത്തി. അത്തിവൃക്ഷത്തിൽ തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ കണ്ടു. ഓശയ്യ 9:10. സൗന്ദര്യത്തിലും പണത്തിലും ധനത്തിലും മിടുക്കിലും ഒലിവേ, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ. നിന്റെ സൗന്ദര്യം ഒലിവ് മരത്തിന്റെ രൂപഭംഗി പോലാകട്ടെ. ഓശയ്യ 14. അപ്പോൾ നോക്കിക്കേ, രാഷ്ട്രീയമായി അത്തി, ആത്മീയമായി മുന്തിരി, ധനത്തിലും സൗന്ദര്യത്തിലും ഒലിവേ. ഇതിൽ രാഷ്ട്രീയമായിട്ട് കർത്താവ് പറഞ്ഞു, AD 30-ൽ കർത്താവ് പറഞ്ഞു അത്തി തളർക്കും, കൊമ്പിളതാകും. എന്റെ വരവിന്റെ അടയാളമാണെന്നാ കർത്താവ് പറഞ്ഞത്. ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം, അവൻ അടുക്കൽ വാതുക്കൽ. ഇത് സംഭവിക്കുമ്പോഴോ ഈ തലമുറ AD 30-ൽ കർത്താവ് പറഞ്ഞു. കേട്ടുകൊള്ളുക, ഇസ്രായേലിന്റെ രാഷ്ട്രം നഷ്ടപ്പെട്ടു, ദേവാലയം പോയി. ദേവാലയത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് കല്ലുമേ കല്ല് ശേഷിക്കാത്ത കാലം വരുമെന്ന് കർത്താവ് പറഞ്ഞു. ദേവാലയം അതെപ്പോൾ സംഭവിക്കുമെന്ന് അവർ ചോദിച്ചത്. ഇത് സംഭവിക്കുമ്പോൾ ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. കർത്താവിന്റെ പ്രസംഗം കേട്ട തലമുറ അവിടെ നിൽക്കട്ടെ. ആ ആഴ്ചയിലാണല്ലോ പീലാത്തോസിനെ ന്യായാസനത്തിൽ യേശുവിനെ ഹാജരാക്കുന്നു. ബൈബിള് പഠിപ്പിക്കുന്നു പീലാത്തോസിന് അറിയാം ഇദ്ദേഹത്തെ കൊണ്ടുവന്ന അസൂയ നിമിത്തമാണ്. അവർ അസൂയ നിമിത്തം കൊണ്ടുവന്ന മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്. കാരണം മഹാപുരോഹിതന്മാർക്ക് പറ്റാത്തതെല്ലാം കർത്താവ് ചെയ്യും. അവർ ഭൂതത്തെ കാണുമ്പോൾ ഓടും, കർത്താവ് ഭൂതത്തെ സുഖമാക്കും. അവർ കുഷ്ഠരോഗിയെ കാണുമ്പോൾ സ്ഥലമിടും, കർത്താവ് കുഷ്ഠരോഗിയെ സുഖമാക്കും. പിന്നെ അവർ സമ്മതിക്കുമോ? സൈവൻ ഭാഷ എന്നൊക്കെ എല്ലാവരും പറയും. എത്ര പേർക്ക് കർത്താവ് അസൂയ ഉണ്ടെന്ന് അദ്ദേഹത്തിന് പോലും അറിയത്തില്ല. അതാ ലോകം. അപ്പൊ ഇവനോട് അസൂയ ഉണ്ടായി ഏൽപ്പിച്ചത്. അതുകൊണ്ടാ അദ്ദേഹം പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് താഴെ നിന്ന് മതഭ്രാന്തന്മാർ പറഞ്ഞു അവന്റെ രക്തം ഞങ്ങളുടെ മേലും. യെസ്, രക്ഷിക്കപ്പെട്ടില്ലേലും കുഴപ്പമില്ല, കർത്താവിനെതിരെ ദൂഷണം പറയുന്നത് തലമുറയ്ക്ക് വരെ ബാധിക്കും. ആ തലമുറയെ ഒറ്റ കുടുംബമില്ലാതെ ഇസ്രായേൽ മുഴുവൻ മാറി. പലസ്തീനിൽ അവർ കൊടുത്ത പലസ്തീൻ അവരുടെ നാടല്ല. ഒത്തിരി കാര്യം പലസ്തീൻ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ആരുടെയാണെന്നറിയാവോ? ആ പലസ്തീൻ എന്ന് പറയുന്നത് ഫെലിസ്തീനരുടെയാ. പാലസ്റ്റൈൻ കനാന്യരുടെയാണത്, കനാൻ ദേശം. ഇത് വാഗ്ദത്ത ഭൂമി അവർക്ക് കൊടുത്തതാ. അവരെ മാറ്റി കർത്താവ് കൊടുത്ത വാഗ്ദത്ത ഭൂമിയാ. അതെ, പ്രോമിസ് ലാൻഡ് അല്ല, അവരുടെ ജന്മഭൂമിയൊന്നും അല്ല. അബ്രഹാം ഇറാഖുകാരനാ, വാഗ്ദത്ത ഭൂമിയാ.
ഈ വാഗ്ദത്ത ഭൂമി ഇവർ മശിഹായെ തള്ളി പറഞ്ഞു, ഒരു കുടുംബമില്ലാതെ ലോകത്തിൽ ചെതറി. നമ്മുടെ കൊച്ചി വരെ വന്നു. തൃശ്ശൂരിനടുത്തൊരു മാളയുണ്ട്. മാള എന്ന് പറയുന്ന മലയാളം വാക്ക, എബ്രായ വാക്ക. അതിന്റെ അർത്ഥം എന്നാ അറിയാവോ? അഭയസ്ഥാനം. അതിനകത്ത് നിന്നാ മലയാളി മാള ഉണ്ടാക്കിയത്, എലി ഒളിഞ്ഞിരിക്കുന്നു. ലോകം മുഴുവൻ ചെതറി. പക്ഷെ കർത്താവ് പറഞ്ഞു, എന്റെ വരവിന് മുമ്പ് ഈ തളിർക്കും. 1948 മെയ് 14 ഇസ്രായേലാകുന്ന അത്തി തളർത്തു. ഇത് സംഭവിക്കുവോളോ ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. കേട്ടുകൊള്ളുക. രണ്ടാമത്തെ കാര്യം പറയാനാ. പ്രവചനങ്ങൾക്ക് 2 നിവൃത്തിയാ. സാധാരണ പ്രവചനങ്ങൾക്കല്ല, പ്രധാനപ്പെട്ട പ്രവചനങ്ങൾ. മറ്റു പ്രവചനങ്ങൾ ഇമ്മീഡിയറ്റ് എഫക്റ്റാ. പ്രാധാന്യമേറിയ പ്രവചനങ്ങൾ 2 പ്രാവശ്യമാ. യെശയ്യാ പ്രവചനം ഒരു പ്രാധാന്യമേറിയ പ്രവചനമാ. അതിന്റെ 2 ഭാഗം നിവർത്തിച്ചു. യേശുവിന്റെ കന്യകാ ജനനം അവിടെ പറഞ്ഞു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നിവർത്തിച്ചു. യേശുവിന്റെ കാൽവറിയിലെ യാഗം അദ്ദേഹം എഴുതി. അതാ നമ്മൾ കർത്തൃമേശയിൽ എല്ലാ ക്രൈസ്തവരും ധ്യാനിക്കും, നിവർത്തിച്ചു. നിവർത്തിക്കാൻ ഒന്നുണ്ട്. സിംഹം കാള എന്ന പോലെ പുല്ല് തിന്നും, പാല് കുടിക്കുന്ന കുഞ്ഞ് സർപ്പത്തിന്റെ പോതിൽ കൈയിടും. എനിക്ക് രോഗമെന്ന് ആരും പറയത്തില്ല. ഇന്ന് എല്ലാവരും പറഞ്ഞു എനിക്ക് രോഗമാണ്. അതെപ്പോഴാണെന്നറിയാവോ? അത് നിവർത്തിക്കണമെങ്കിൽ യേശുവിന്റെ രാജവാഴ്ചയിൽ 1000 ആണ്ടില്ല. അപ്പൊ ആ പ്രവചനം കന്യാമറിയാമനോട് ഗബ്രിയേൽ മാലാഖ പറഞ്ഞ 7 പ്രവചനമാണ്. അതിൽ 4 നിവർത്തിച്ചോളൂ, ഇനി നിവർത്തിക്കാൻ കിടപ്പുണ്ടേ. അതാ പ്രധാനപ്പെട്ട. നീ ഗർഭം ധരിക്കും, ഒരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേരിടണം, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. നിവർത്തിച്ചു. ഇനി നിവർത്തിക്കാൻ കിടക്കുന്നു. പിതാവായ ദൈവം ദാവീദിന്റെ സിംഹാസനം. അത് നിവർത്തിച്ചു. കർത്താവ് പറഞ്ഞ കുറുനരികൾക്ക് കുഴി, ആകാശത്തിലെ പറവയ്ക്ക് വീട്, എനിക്ക് വീടില്ല. യേശു രാജാവായിട്ട് വാഴി. ഇതുപോലൊരു പ്രധാനപ്പെട്ട പ്രവചന കർത്താവ് പറഞ്ഞ, ഇത് സംഭവിക്കുവോളോ ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. കർത്താവിന്റെ പ്രസംഗം AD 30 കേട്ട ജനം മരണം വഴിയായി മാറുന്നതിന് മുൻപേ കൃത്യം 40 വർഷം കഴിഞ്ഞപ്പോൾ, അഥവാ അന്ന് കർത്താവിന്റെ പ്രസംഗം കേട്ട ഒരു സഹോദരനോ ഒരു സഹോദരിക്കോ 30 വയസ്സുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് 70 വയസ്സായപ്പോൾ, അന്നൊരു അമ്മച്ചി പ്രസവിച്ചെങ്കിൽ ആ കുട്ടിക്ക് കൃത്യം 40 വയസ്സായപ്പോൾ, ടൈറ്റസ് സെക്കൻഡ് എന്ന സേനാനായകൻ യെരുശലേം നിരോധിച്ചിട്ട് സ്വർണം എടുക്കാൻ ആഫ്രിക്കയിൽ നിന്ന് ആനകളെ കൊണ്ട് ഉഴുതിമറിച്ച് കർത്താവിന്റെ വാക്ക് നിവർത്തിച്ചു. കല്ലുമേ കല്ല് ശേഷിപ്പിച്ചില്ല. 1 നിവൃത്തി. 2 നമ്മുടെ വിഷയം. ഇത് സംഭവിക്കുവോളോ ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. 1948 മെയ് 14 ഇസ്രായേലാകുന്ന അത്തി തളർത്തു. അന്നൊരു അമ്മച്ചി പ്രസവിച്ചെങ്കിൽ ആ കുട്ടിക്ക് എത്ര വയസ്സുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആ കുട്ടി ഇന്ന് 77 വയസ്സിൽ നിൽക്കുകയാണ്. ഇന്ന് 77 വയസ്സുള്ള സകലരും 77 കുറവുള്ളവരും അത്തി തളർത്ത തലമുറയിലാണ്. 77 വയസ്സോ അതിൽ കുറവോ ഉള്ളവർ ഇസ്രായേലാകുന്ന അത്തി തളർത്ത തലമുറയിലാ. ആ തലമുറ മരണം വഴിയായി മാറുന്നതിന് മുൻപ് ഇതൊക്കെയും സംഭവിക്കും. ഏതൊക്കെ? കർത്താവ് വരും, തന്റെ കാന്തയെ സ്വീകരിക്കും, ലോകത്തിന്റെ പ്രഭു വരുന്നു, ആന്റി ക്രൈസ്റ്റ് വരുന്നു, അവൻ എത്തിക്കഴിഞ്ഞു, ഈ ഭൂമിയിൽ എത്തിക്കഴിഞ്ഞു. വെളിപ്പെടാത്തത് അവനേക്കാൾ ശക്തിയുള്ള ഒന്ന് ഈ ഭൂമിയിലുണ്ട്. അത് സൈന്യത്തിന്റെ ശക്തിയല്ല, ആറ്റം പവർ അല്ല, ഡോളറിന്റെ പണമല്ല. അവനേക്കാൾ ശക്തിയുള്ളത് അഭിഷേകത്തിന്റെ ശക്തി. ആ ശക്തിയുള്ളവർ മാറിക്കഴിയുമ്പോൾ അവൻ വെളിപ്പെടും. 2 കാര്യം നോക്കിക്കേ. 3 കാര്യം, 2030 വരുമ്പോൾ ക്രൈസ്തവ സഭ ആരംഭിച്ചിട്ട് 2000 വർഷം. ഈ 3 കാര്യങ്ങൾ. 1, കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചിട്ട് ഈ വർഷം 2000 വർഷം. 2, ഇപ്പോൾ നിൽക്കുന്ന 77 വയസ്സുള്ളവർ അത്തി തളർത്തവരാ, കണ്ട തലമുറയാ. അവര് മരിച്ച് അവരുടെ മക്കളുടെ കാലം വരും മുൻപ് ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറയാം, ആരും പേടിക്കരുത്. കല്യാണാലോചനയൊന്നുമല്ല. 77 വയസ്സ് അതിൽ കുറവുള്ളവരെന്ന് കര ഉയർത്തിക്ക്. പേടിക്കേണ്ട, ഒരു കല്യാണാലോചനയല്ല. 77 വയസ്സും അതിൽ കുറവുള്ളവർ കര ഉയർത്ത ധൈര്യത്തോടെ ഒരു ഗുഡ് ന്യൂസ് പറയാനാ. കര ഉയർത്തി പിടി. ഞാൻ ഒരു കാര്യം പറയാം, കരം താത്തു വെക്കരുത്. സ്വാഭാവിക മരണം ആർക്കും സംഭവിക്കാം. അത് പ്രത്യേകിച്ച് വേറൊരു കാര്യം, അത് ഞാൻ സമയമുണ്ട് പറയാം. എന്നാൽ ഈ ഉയർത്തിയിരിക്കുന്ന കരം നിങ്ങൾ ആത്മീയത്തിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ശവപ്പെട്ടിയല്ല, നിങ്ങളുടെ ശരീരം രൂപാന്തരപ്പെടും. ധൈര്യത്തോടെ പറയാം. നിങ്ങളോട് സംസാരിക്കുന്ന തോമസ് മാമൻ 87 വയസ്സുണ്ട്. പക്ഷെ എനിക്കൊരു വാഗ്ദത്തമുണ്ട്. മകനെ, നീ സ്റ്റേജിൽ നിൽക്കുമ്പോൾ 40, കാറെ കയറുമ്പോൾ 87. ഈ ബലത്തിൽ ഞാൻ പറയുന്നു, ഈ തലമുറയിൽ കർത്താവ് വരും. ഇനി ബാക്കി ലോക സംഭവങ്ങൾ ഞാൻ പറയുന്നില്ല, അതിന് ടൈമില്ല. എതിർ ക്രിസ്തുവിന് വേണ്ടി ലോകം ഒരുങ്ങിക്കഴിഞ്ഞു. ഒറ്റ കാര്യം കൂടെ മാത്രം പറഞ്ഞിട്ട് നമ്മുടെ നിത്യജീവനെ കുറിച്ച് പറയാനാ. എതിർ ക്രിസ്തുവിന് വേണ്ടി ഒരിക്കലെല്ലാം ഞാൻ ഈ കാണുന്ന ഭംഗികളെല്ലാം എന്തിനാണെന്നറിയാവോ?
അവന് വേണ്ടിയാ. നോക്കിക്കേ, ആരാധന വീട്ടിലിരുന്ന് എത്ര മിടുക്കന്മാർ വീട്ടിലിരുന്ന് ആരാധിക്കുന്നുണ്ടെന്നറിയാവോ? കാപ്പിയും കുടിച്ച് TV ഓൺ ചെയ്ത് ചോദിച്ചാൽ വീട്ടിലിരുന്ന് ആരാധന. എന്തിനാ? മറ്റേ പുള്ളി വരുമ്പോ വീട്ടിൽ ഇരുന്ന് ആരാധിക്കാൻ ഒക്കത്തുള്ളൂ. വെളിപ്പാട് 13:14 പറയുന്നുണ്ട്, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും സംസാരിക്കുന്ന പ്രതിമയെ നമസ്കരിക്കാത്തവരൊക്കെ കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അവൻ അധികാരം കിട്ടി. നോക്കിക്കേ, അവന് വേണ്ടി ലോകം ഒരുങ്ങുന്നത് ലോകം അറിയുന്നില്ല, ഇത് അപകടമാണ്. നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ കേരളത്തിലൊക്കെ പഴയ കാലത്ത് നമുക്കൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ സഹായത്തിന് നാളെ കിട്ടത്തില്ല. നമ്മളെ കഴിഞ്ഞ കാലം വരെ ആശ്രയിച്ചത് ആരെയാ? അയൽവക്കത്തെ സ്റ്റേറ്റിൽ നിന്ന്. അത് അവരും വരത്തില്ല. ഇപ്പം അവർ നമ്മളെക്കാൾ മിടുക്കരായി. ഇപ്പം നമ്മൾ വരുന്നത് എവിടുന്നാ? നല്ല ഓമന പേരിട്ടിട്ടുണ്ട്, അതിഥി തൊഴിലാളി ഇല്ലേ? ഞങ്ങളുടെ ഈ കോട്ടയത്ത് കടകളിലൊക്കെ ചെന്നാൽ സാധനം മേടിക്കാൻ എനിക്ക് ഹിന്ദി അറിയാൻ മേല. ഒരു സാധനവും മേടിക്കാനൊക്കത്തില്ല, ഇറച്ചി പോലും മേടിക്കാനൊക്കത്തില്ല. അതിഥി തൊഴിലാളികൾ വന്നു. ഇനി നോക്കിക്കേ, സയൻസ് പറയുന്ന അവരെല്ലാം മാറ്റിക്കോ, പുതിയൊരു പുള്ളിയെ വീട്ടിൽ തരും ജോലിക്ക്. കേൾക്കുമ്പോൾ സന്തോഷ. റോബർട്ടൊന്നുമല്ല, റോബർട്ട് ആണെങ്കിലും കുഴപ്പമില്ല. അമ്മച്ചിയുടെ കാല് വേദനയില്ലാതെ നഖം വെട്ടിത്തരും. അച്ചായൻ്റെ നരച്ച മുടി ഒരു കുഴപ്പമില്ല, തിരുമ്മി തൂത്ത് കറുപ്പിച്ചു തരും. വീട്ടിൽ മരുന്ന് കഴിക്കേണ്ട സമയത്ത് ഡയബറ്റിക്കിന്റെ BP-യുടെ എല്ലാം എടുത്ത് വായിൽ വെച്ച് വെള്ളം ഒഴിച്ചു തരും. BP നോക്കും, ഷുഗർ നോക്കും, ക്രിയാറ്റിൻ നോക്കും, എല്ലാം നോക്കും. ബെഡ് വിരിച്ചു തരും. ജോലിക്ക് പോകണോ? തിങ്കളാഴ്ച ഏത് സാരി, ഏത് ചുടിദാർ, ഏത് ഷർട്ട്, ചൊവ്വാഴ്ച ഏത്, വെള്ളിയാഴ്ച എവിടെ, അങ്ങനെ 6 ദിവസത്തേക്കുള്ള ഡ്രസ്സ് എടുത്ത് കൈ തരും. ബാങ്കിൽ പൊക്കോളും, കരവടച്ചോളും, ഇലക്ട്രിസിറ്റി കൊടുത്തോളും, എല്ലാം കൊടുത്തോളും. ഒന്നും അറിയണ്ട. പുള്ളിയുടെ പേര് കേൾക്കണോ? AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരാൻ പോകുന്നു. എന്തിനാണെന്നറിയാമോ? മറ്റേ പുള്ളി പുറകെ വരും. അവനാണ് വലിയ ചേട്ടൻ. അവൻ നേരിട്ട് മുഖത്ത് നോക്കി സംസാരിക്കും. മൃഗത്തിന്റെ പ്രതിമയെ സംസാരിക്കുന്നതെന്നും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെ കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ഇത് ലോകത്തിൽ തുടങ്ങിക്കഴിഞ്ഞറിയാവോ? ക്രൈസ്തവ ലോകത്തിൽ നിങ്ങൾക്കറിയാവോ? ജർമ്മനിയിലെ വിശ്വാസികൾ ഒരു ആരാധനാലയത്തിൽ ചെന്നപ്പം അവിടുത്തെ ആ ആഴ്ചത്തെ ശുശ്രൂഷകൻ പുതിയ ആള്. അവർക്കൊരു അതിശയം, അവരറിഞ്ഞില്ല ഇങ്ങനെ ഒരാൾ വരുമെന്ന്. നമ്മുടെ സുന്ദരനെ ഒരാൾ 40 മിനിറ്റ് ശുശ്രൂഷ പ്രസംഗിച്ചു. പുള്ളി പറഞ്ഞു, എനിക്ക് അഭിമാനമുണ്ട്, ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശുശ്രൂഷകനാണ് ഞാൻ. അപ്പോഴാ ജനം അറിയുന്നത്. അത് കഴിഞ്ഞപ്പോൾ പലയിടത്ത് പോയി. ഇപ്പൊ നല്ല സൗകര്യം, പാസ്റ്റർമാരെ വേണ്ട, അച്ഛന്മാരെ വേണ്ട, അവർക്ക് ശമ്പളം കൊടുക്കണ്ട, അവരെ വീട്ടിൽ വിസിറ്റ് വരത്തില്ല, ചായ കൊടുക്കണ്ട, കവർ കൊടുക്കണ്ട, പാസനേജ് കൊടുക്കണ്ട, ഇൻഷുറൻസ് കൊടുക്കേണ്ട, ഒന്നും വേണ്ട. ഈ സൂത്രം ഫിറ്റ് ചെയ്ത് വിട്ടാൽ മതി. അത് കഴിഞ്ഞ് ശുശ്രൂഷ കഴിയുമ്പം അവിടുത്തെ ട്രസ്റ്റിയോ സെക്രട്ടറി ഇതിനെ എടുത്തുകൊണ്ട് പോയി അപ്പുറത്തെ റൂമിൽ കൊണ്ട് പ്ലഗ് കുത്തി ഇട്ടേച്ചാൽ മതി പിറ്റേ ആഴ്ചത്തേക്ക്. അങ്ങനെ വരെ വന്നെങ്കിൽ അതിന്റെ പുറകിൽ ഒരുവൻ വരുന്നുണ്ട്. ആരാണെന്നറിയാമോ? സത്താൻ വരുന്നു. എന്തിനാണെന്നറിയാമോ അവൻ വരുന്നത്? ഈ ലോകത്തെ അടച്ചു ഭരിച്ച അവൻ ദൈവമാണെന്ന് പറയാൻ. എന്നാൽ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ഒറ്റ വ്യക്തി അവന് കിട്ടത്തില്ല. നിങ്ങളും ഞാനും ക്രിസ്തുവിന്റെ കാന്തയാ, ക്രിസ്തുവിന്റെ ശരീരമാ, ക്രിസ്തുവിന്റെ സ്വകാര്യ സ്വത്താ, ക്രിസ്തുവിന്റെ സമ്പാദ്യമാ, ക്രിസ്തുവിന്റെ ശരീരമാ. തൊടാനൊക്കത്തില്ല. ഒറ്റ ദൈവ പൈതൽ ഈ ഭൂമി കാണത്തില്ല. പക്ഷെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. അത് പറയാൻ നമ്മളെ വിളിച്ചിരിക്കുന്നെങ്കിൽ ആ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. നിത്യത എന്ന് പറയുന്നത് 5 അവസ്ഥയാണ്. ഇപ്പോൾ നിത്യത എന്ന് പറഞ്ഞാൽ 5 അവസ്ഥയാണ്. ഇനി ശാന്തമായിട്ട് കേട്ടോളാം. 1ാമത്തെ അവസ്ഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇപ്പൊ സൈമൺ പാസ്റ്റർ പെൺപണിയിൽ നിന്ന് അമേരിക്കയ്ക്ക് പോവുക. ആദ്യത്തെ അവസ്ഥ എന്നാണെന്നറിയാവോ? പുള്ളി കാറെ കയറി ട്രിവാൻഡ്രത്തിന് പോകും. 1ാമത്തെ അവസ്ഥ. അപ്പൊ ചോദിക്കുക എവിടെ പോവുക? ഞാൻ അമേരിക്കയ്ക്ക. വാസ്തവത്തിൽ പുള്ളി കാറിൽ ആയതേ ഉള്ളൂ. 2ാമത്തെ അവസ്ഥ എയർപോർട്ടിൽ ചെല്ലും, അവിടുന്ന് ഫ്ലൈറ്റേ കയറും. അപ്പോഴാ 2ാമത്തെ അവസ്ഥ. 2ാമത്തെ അവസ്ഥയിൽ അദ്ദേഹം അമേരിക്കയ്ക്ക് പോകാൻ ട്രിവാൻഡ്രത്തിന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. അദ്ദേഹം ദുബായി പോയി ചാടി. ദുബായ് എയർപോർട്ടിൽ ചെന്നു. അവിടെ ചോദിച്ചു, സൈമൺ പാസ്റ്റർ എവിടെ പോവുക? ഞാൻ അമേരിക്കയ്ക്കാ. അടുത്ത ഫ്ലൈറ്റേ കയറി. 3ാമത്തെ അവസ്ഥ. പുള്ളി അമേരിക്ക ചെന്നില്ല. അമേരിക്കയിൽ ചെന്നു. അവിടുത്തെ ന്യൂയോർക്ക് എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി. കെന്നഡി എയർപോർട്ടിൽ. ഇപ്പോൾ എവിടാ? ഞാൻ അമേരിക്കയില. പക്ഷെ അമേരിക്കയിൽ ഇറങ്ങിയില്ല, വെളിയിൽ ചാടണം. ഇപ്പൊ സൈമൺ പാസ്റ്റർ ഇപ്പൊ എവിടാ? ന്യൂയോർക്ക് എയർപോർട്ടിലാണ്. ആൾ അമേരിക്കയിലൊന്നും ആയില്ല. ആൾ അമേരിക്കയിലാണെങ്കിൽ അവിടുത്തെ ഇമിഗ്രേഷനിൽ ചെന്ന് പാസ്പോർട്ട് കൊടുത്ത് അടിച്ച് വെളിയിൽ വിട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ അമേരിക്കയിൽ. നിത്യത എന്ന് പറയുന്നത് 5 അവസ്ഥയാണ്. അതിലാദ്യത്തെ അവസ്ഥയെ നമ്മൾ നിൽക്കുക. ഒരു വാക്ക് നോക്കി ഞാൻ അതിൻ്റെ ചുരുക്കം പറയാം.
യോഹന്നാൻ വന്ന ആദ്യത്തെ പ്രസംഗം എന്നാണെന്നറിയാവോ? സൈമൺ മാസ്റ്റർ വരുന്നെന്നല്ല, യേശു വരുന്നെന്നല്ല. എന്തോ അദ്ദേഹം പറഞ്ഞറിയാവോ? അദ്ദേഹത്തെ യോഹന്നാന്റെ പ്രസംഗം എന്നതാ? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുന്നു. യഹൂദന് അറിയാമല്ലോ, അവർക്കറിയാവുന്ന രണ്ട് രാജ്യം, ഒന്ന് റോമൻ രാജ്യം, രണ്ട് യഹൂദന്മാരുടെ രാജാവ് ഭരിക്കുന്ന രാജ്യം. ഇത് അവർക്കറിയാവും. ഇപ്പം വരിക സ്വർഗരാജ്യം. കർത്താവായ യേശു ഇങ്ങോട്ട് വന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം എന്നാ? വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 14-15 ഒന്ന് വായിച്ചേ, വേഗം വായിച്ചേ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 14-15. അടുത്തത് കാലം തികഞ്ഞു. കർത്താവിന്റെ പ്രസംഗം കണ്ടോ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മതി, മനസ്സാന്തരപ്പെട്ടു. അടുത്ത് നിങ്ങൾ നോക്കണം, ഈ കർത്താവിന്റെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? മർത്തായുടെ സൂചന എല്ലാം പറയുന്നതിനാ സ്വർഗരാജ്യം. 7 ഉപമ കർത്താവ് പറഞ്ഞു അല്ലേ? സ്വർഗരാജ്യം വയലിൽ വിതച്ചു, രണ്ടാമത് പറഞ്ഞു കോതമ്പ് വിതച്ചു, പിന്നെ പറഞ്ഞു സ്വർഗരാജ്യം കടുകുമണി, സ്വർഗരാജ്യം പുളിച്ച മാവ്. ആർക്കും അറിയാമല്ലോ, എല്ലാവരും എന്നെ നോക്കുന്നത് ഇങ്ങനെ സംഭവം ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ മത്തായിയുടെ സൂചന 12-15 വായിച്ചാൽ മതി. സ്വർഗരാജ്യം പുളിച്ച മാവ്, സ്വർഗരാജ്യം കടുകുമണി, സ്വർഗരാജ്യം എല്ലാ വല മീനും പിടിച്ചത് ചീഞ്ഞതും കയറി വന്നു, സ്വർഗരാജ്യം വലയിൽ ഉയർത്തി, സ്വർഗരാജ്യം നല്ല മുത്ത. ഇതെന്താ ഈ സ്വർഗരാജ്യം 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 എന്ന് കർത്താവ് ദൈവരാജ്യം എന്ന് പറയുമ്പം ഇത് കേട്ട് പരീശന്മാരും അടുത്തു. അവരൊരു ചോദ്യം, ദൈവരാജ്യം എപ്പം വരും? ലൂക്കോസിന്റെ സുവിശേഷം 17-20 കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ഇടയിലുണ്ടെന്നാ. നിങ്ങളിലുണ്ടെന്നല്ല, നിങ്ങളുടെ ഇടയിൽ. അപ്പം നിന്റെ ഇടയിലില്ല, പക്ഷെ നിങ്ങളുടെ ഇടയിൽ ഉള്ളവരുണ്ടെന്ന്. ഇവിടെ ദൈവമക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ഇവിടെ രണ്ടും ഉണ്ട്. ഇവിടെ ക്രിസ്ത്യാനിയും ദൈവമക്കളും രണ്ടും രണ്ടാ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാം. ക്രിസ്ത്യാനി ക്രൈസ്തവ ഭവനത്തിൽ ജനിച്ചാൽ ക്രിസ്ത്യാനിയായി, ഒരു കുഴപ്പമില്ല. പക്ഷെ അതുകൊണ്ടായില്ല ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുന്നവനെ സ്വർഗരാജ്യത്തിൽ പേരുള്ളൂ. സ്വർഗരാജ്യത്തിൽ പേരുണ്ടെങ്കിൽ എവിടെ ജനിക്കണം? വീണ്ടും ജനിക്കണം. അപ്പോൾ കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ. പൗലോസ്ലീഹ പറഞ്ഞു ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. ഏതാണ് ഈ ദൈവരാജ്യം? നിത്യതയുടെ ആദ്യത്തെ പോയിന്റാണ് ദൈവരാജ്യം. ബാക്കി 4 പോയിന്റുകൾ നമുക്ക് പിന്നെ ചിന്തിക്കാൻ സമയം കിട്ടിയാൽ വളരെ മനോഹരമായി പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. വാക്യം മൈക്കിൽ കൂടെ വായിക്കണം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം. നമ്മെ വായിച്ചോ? നമ്മെ ഇരുട്ടന്റെ അത് വായിച്ചോട്ടെ. മൈക്കില്ലേ മോളെ? ഒരു മൈക്ക് കൊടുത്താട്ടെ. നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടിവിച്ചതിന്റെ സ്നേഹ സ്വരൂപനായ നമ്മെ പ്രാപ്തന്മാരാക്കുകയും, അടുത്ത വാക്യം, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സാത്താന്റെ അധികാരത്തിൽ നിന്നും വിടിവിച്ച് തന്റെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത് വെച്ചേക്കാവുന്നല്ല വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാ? പുത്രന്റെ രാജ്യത്തിലാ. ആ പുത്രന്റെ രാജ്യമാണ് ദൈവസഭ. വചനപ്രകാരമുള്ള ക്രൈസ്തവ സഭ അത് പുത്രന്റെ രാജ്യമാ. അത് നിത്യതയുടെ ആദ്യത്തെ ഭാഗമാ. നിത്യതയ്ക്ക് 5 അവസ്ഥ. നമ്മൾ സാധാരണ പറഞ്ഞ 5ാമത്തെ അവസ്ഥയെ നമുക്കറിയാം. ഏതാ? പുതിയ യെരൂശലേം. നിത്യതയുടെ ഫൈനൽ അവസ്ഥ വെളിപ്പാട് 21-9 വായിച്ചാൽ കാണാം. ഹല്ലേലൂയ. ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ കുഞ്ഞാടിന്റെ കാന്തയാകുന്ന പുതിയ യെരൂശലേം ഇറങ്ങി വരുന്നു. അതിന്റെ അടിസ്ഥാനങ്ങളിൽ പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരും, ഗോപുരങ്ങളിൽ പുതിയ നിയമ വിശുദ്ധന്മാരും, പുതിയ നിയമസഭ എവിടെയാണ്? പുതിയ യെരൂശലേമിൽ. അവിടെ നമ്മുടെ നിത്യതയുടെ ആരംഭം. പിതാവും പുത്രനും അവിടെ ഉണ്ട്. അവിടെ 22 കാണാം. പിതാവിന്റെയും വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും. ആർക്കും അറിയാൻ മേല? വായിച്ചേ, അങ്ങനെ ഉണ്ടോ ഒരു വാക്യം? 22:1 വെളിപ്പാട് 22:1. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന്. മതി. ഇവിടെ ഇരിക്കുന്നത് ജിജോ പാസ്റ്ററും ഞാനും കൂടെ ഒരു കസേരയിൽ ഇരിക്കത്തില്ല. ഞങ്ങൾ രണ്ട് കസേരയില്ല. അവിടെ നോക്കിക്കോ, ഒറ്റ കസേര. അതിനെ കസേര പണിയാൻ സ്ഥലമില്ലാണ്ടോ ആശാരി ഇല്ലാണ്ടാണോ? അല്ല, പിതാവും പുത്രനോട് ഒന്നായി നിത്യത.
അവിടെ നിന്ന് ജീവജല നദി, നിത്യത അവിടെ തുടങ്ങി. അവിടെ നമ്മൾ, ഇത് നമ്മുടെ നിത്യതയുടെ 5ാമത്തെ അവസ്ഥ. എന്നാൽ അതിനു മുമ്പ് 4 അവസ്ഥയുണ്ട്. അതിൽ ആദ്യത്തെ അവസ്ഥ എന്ന് പറയുന്നത് റിസ്ക് ഉള്ളതാ. അതാണ് സഭാജീവിതം. സഭാജീവിതം റിസ്ക് ഉള്ളതാ. നിത്യതയിൽ നമ്മൾ കയറി കഴിഞ്ഞു. സൈമൺ പാസ്റ്റർ കോട്ടയത്തിന് തിരുവനന്തപുരത്തിലേക്ക് പോകുന്ന അമേരിക്കയ്ക്കുള്ള യാത്രയായി. പക്ഷെ അതുകൊണ്ടായില്ല. പോകുന്ന വഴി അദ്ദേഹത്തിന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയാൽ സംഗതി തീർന്നു. പുള്ളി കാറേ പോവുക എയർപോർട്ടിലേക്ക്. കാറ് ബ്രേക്ക് ഡൗൺ ആയ യാത്ര തീർന്നില്ലേ? നമ്മളുടെ 1ാമത്തെ അവസ്ഥയാണ് ദൈവസഭ. ക്രൈസ്തവ സഭയുടെ ഡിനോമിനേഷൻ അല്ല, അപ്പോസ്തോലിക ഉപദേശത്തിൽ ജീവിക്കുന്ന ക്രൈസ്തവ സഭ നിത്യതയുടെ യാത്രയുടെ 1ാമത്തെ അവസ്ഥ. ഇവിടെ റിസ്ക് ഉണ്ട്. എന്നാന്നറിയാവോ? സൂക്ഷിച്ചില്ലെങ്കിൽ നിഷ്ഠത നഷ്ടപ്പെടും. നീ മാനസാന്തരപ്പെടാതിരുന്നാൽ നിന്റെ നിലവിളക്ക് ഞാൻ മാറ്റും. വെളിപ്പാട് 2:5. വെളിപ്പാട് 3 പറയുന്നുണ്ട്. ഹല്ലേലൂയ. വീണ്ടും പറയുന്നു, നീ ഉറങ്ങിപ്പോയാൽ ഞാൻ കള്ളനെ പോലെ വരും. എന്താണ് ഇവിടെ റിസ്ക്? സാത്താന് നമ്മളെ കാണുമ്പോൾ ഭയങ്കര ദുഃഖം. ഞാൻ പേരെന്നാ? ബിനു ബ്രദറിനെ കാണുമ്പോൾ സാത്താന് ദുഃഖം. നിങ്ങളെ എല്ലാവരെയും കാണും. ഞാൻ ഒരാളുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. ദുഃഖം എന്നാന്ന് ചോദിച്ചെന്നാൽ, ബിനു ബ്രദറിനെതിരായിട്ടൊരു ചുവരെടുത്ത് അവൻ നരകത്തിൽ എഴുതിയിരുന്നു. ജനിച്ചപ്പോഴേ എഴുതി, ഇവൻ എനിക്കുള്ളവൻ, എൻ്റെ ഒപ്പം നരകത്തിൽ കിടക്കണം. അതാണ് നമുക്കെതിരായ കൈയെഴുത്ത്. ആ കൈയെടുത്ത് ബിനു ബ്രദറിന് നിങ്ങൾക്കെതിരായ കൈയെടുത്ത് കർത്താവ് കാലം ഒരു തൂത്ത് ദൂരോട്ട്. അപ്പൊ ആ കൈയെടുത്തങ്ങ് മാറി. നോക്കിയേ, നമുക്കെതിരായ ചുവരെടുത്ത് മാറി. പിന്നെ അവനൊരു ദുഃഖം. ഇനി ഈ ബിനു ബ്രദറിനെയോ സൈമൺ പാസ്റ്ററെയോ പിടിക്കാൻ, എന്നെയും പിടിക്കാൻ അവൻ്റെ ആയുധമില്ല. അതും കർത്താവ് വെപ്പിച്ചു. ആയുധവർഗം. സത്താന്റെ കയ്യിൽ ആയുധമില്ല. അവൻ്റെ ഒരു സൂത്രവും ഇല്ല ആയുധം. എന്നാൽ അവൻ്റെ വേറൊരു സൂത്രമുണ്ട്. തന്ത്രം, ഉപായം, കൗശലം. അതാണ് പൗലോസ് ശ്ലീഹ എന്നെ നിങ്ങളെ ഓർപ്പിക്കുന്നത്. സർപ്പം ഔവായെ ഉപായത്താൽ ചതിച്ചു. ഇനി നിങ്ങൾ എന്നോടൊപ്പം വരണം. ആദാവും ഔവായും ഏദനിൽ ഒരു മാർഗവും അവരെ വീഴിക്കാൻ. 2 പേരുടെ ശരീരം തേജസ് അപരോഗം വരത്തില്ല. ആദാമിനും ഡയബറ്റിക് ഇല്ല, ഔവായിക്കും BP ഇല്ല. ഒരു കുഴപ്പമില്ല. 2 പേർക്ക് ശരീരത്തിന് ഒരു കുഴപ്പമില്ല. 2 പേർക്ക് ഷർട്ടും പാൻറ്റും മാറണ്ട, സാരിയും മാറണ്ട. അമ്മാമ്മയ്ക്ക് സാരി മാറണ്ട, അച്ചായന് സാരി മാറണ്ട. മുഴുവൻ തേജസ്. അവിടെ അവന് തൊടാനൊക്കത്തില്ല. ആദാമിന് മക്കളെ പഠിപ്പിക്കണ്ട, ഒരു കുഴപ്പമില്ല. ഔവായിക്ക് കുഞ്ഞുങ്ങളെ നോക്കണ്ട, പാല കൊടുക്കണ്ട, താരാട്ട് പാടണ്ട, തൊട്ടിലുണ്ടാക്കണ്ട, അച്ചായന് ചോറും വെച്ച് കൊടുക്കണ്ട. നോക്കി, സാമ്പാറും കൊടുക്കണ്ട, തോരനും കൊടുക്കണ്ട. അച്ചായനെ പ്രീതിപ്പെടുത്താൻ അവിടുന്ന് പറിക്കുക, തിന്നുക, ജീവിക്കുക. ശ്രദ്ധിച്ചോ? വേറെ എങ്ങും പോകണ്ട ആദാമിന്. ഔവായിക്കും ഇറാഖിലെ ഒരു തോട്ടത്തിനകത്ത് മാത്രം ആദാമിന്. നമുക്കോ മൂത്തവൻ അയർലൻഡിൽ, 2ാമൻ അമേരിക്കയിൽ, ഇളയവൻ ഓസ്ട്രേലിയയിൽ, പെങ്ങളെ ഇംഗ്ലണ്ടിൽ, അനിയത്തി ഡൽഹിയിൽ. ലോകം മുഴുവൻ നമ്മുടെ കയ്യിൽ. നോക്കിയേ, നിങ്ങളെ വളരെ ശ്രദ്ധിക്കുക. കാര്യമായ കാര്യമാണ്. ഒരു പോയിന്റും ഇല്ല ആദാമിനെ ഔവായെയും പിടിക്കാൻ. 2 പേർക്കും വേറെ ഒരു വിഷയവും ഇല്ല. ചിട്ടിക്ക് കാശ് അടയ്ക്കണ്ട, വണ്ടിയുടെ ലോണും അടയ്ക്കണ്ട, ഒന്നും അടയ്ക്കണ്ട. എൻ്റെ പോലെ സ്വോത്രകാഴ്ച ഇടണ്ട. അതിനും ടെൻഷനില്ല. ആദാമിന് ഔവായിക്കും സ്വോത്രകാഴ്ച ഇടണ്ട, ദശാംശവും കൊടുക്കണ്ട, ഒരു പരിപാടിയില്ല. അവരിങ്ങനെ പോകുന്നു. പിന്നെ എങ്ങനെ പിടിക്കുക? കൗശലം. 1 കിലോയ്ക്ക് 150 രൂപ വിലയുള്ള ആപ്പിളിന്റെ ഒരെണ്ണത്തെ അടിച്ച് താഴെ കിട്ടും. 150-200 രൂപ കൊടുത്ത 1 കിലോ ആപ്പിൾ കിട്ടും. 7 എണ്ണമാണ് കണക്കാ. ശരിക്കും നോക്കിയാൽ അതിൽ ഒരൊറ്റ എണ്ണത്തിൽ അച്ചാനി അമ്മച്ചിയെ താഴെ കിട്ടും. അങ്ങനെയാണ് നമ്മളെ ഏതിലെല്ലാം പിടിക്കാം. ഇപ്പം കിട്ടിയോ? കൗശലം. എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമുക്ക്, അല്ലേ? ശാരീരിക പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, അതിൻ്റെ കൂടെ ആ ജഡത്തിൻ്റെ അഭിനിവേശം, വിട്ടത് പകലതും തിരികെ പിടിച്ച് കൊള്ളാമെന്നൊരു ചിന്ത, തീറ്റിഭ്രമം, ആഭരണഭ്രമം, വസ്ത്രഭ്രമം, അലങ്കാര ഭ്രമം, മറ്റു ഭ്രമം. എന്തെല്ലാം ഭ്രമമാ. ആദാമിനും ഹൗവായിക്കും മൊബൈലില്ല, ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഇന്ന് ഹല്ലേലൂയ, നേരം വെളുത്തെഴുന്നേറ്റാൽ ആദ്യമേ പല്ല് പോലും തേക്കുന്നില്ല, നേരെ മാന്ത. നോക്കിക്കേ, സത്താന് പിടിക്കാനുണ്ടോ? നിങ്ങൾ പറ. നോക്കിക്കേ, എല്ലാവരെയും കുറിച്ച് എന്നെ കൂടെ ചേർത്താ പറയുന്നത്. വല്ലതും ഉണ്ടോ? തലയുടെ കീഴെ പഴയ കാലത്ത് ബൈബിള്, ഇപ്പൊ തലയുടെ കീഴിൽ മൊബൈൽ. എന്തല്ല ആദാമിന് ഇതൊന്നും കാണണ്ടായിരുന്നു. നമുക്ക് എന്തെല്ലാം കാണണം? ഏതെല്ലാം ലോകത്തിൽ പോകണം?
രക്ഷിക്കപ്പെടാത്തവരുമായിട്ട് ആദാമിന് ഒരു ബന്ധവും ഇല്ലായിരുന്നു. നമുക്ക് അവരുമായിട്ടേ ഉള്ളൂ. കുളം പിടിക്കാത്ത ആളിയൻ, കള്ളടിക്കുന്ന ചേട്ടൻ, നോക്കിക്കേ, കുറ്റം പറയുന്നവൻ, ഉദ്ദേശിയെ പിടിച്ച് തെറി പറയുന്ന പുള്ളി, ഇതെല്ലാം ഉള്ള ഒരു ലോകത്തിൽ കൗശലമുണ്ടോ? അവന്റെ കയ്യിൽ കൗശലമുണ്ട്. പക്ഷെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ അവനെ പിടിച്ചു നേടാൻ സ്വർഗം നമുക്കൊരു ബലം തന്നിട്ടുണ്ട്. നമ്മുടെ ആത്മാവ് വീണ്ടെടുത്തതാ, നമ്മുടെ ശരീരം വീണ്ടെടുത്തതല്ല. അതുകൊണ്ട് ഈ വീണ്ടെടുക്കപ്പെട്ടിട്ടില്ലാത്ത ശരീരത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾക്കകത്ത് ആഗ്രഹങ്ങൾ വരുമ്പോൾ അത് പാപത്തിലേക്ക് വലിച്ചടയ്ക്കാൻ സാത്താന് സാധിക്കും. ഒരുപാട് മാർഗമുണ്ട്. എന്നാൽ അതിൽ പിടിച്ചു നിൽക്കാൻ സ്വർഗം പറഞ്ഞു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവി. അഭിഷേകത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ആരാകാൻ പോവുക? കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വേഗം വായിക്കാം. 1 യോഹന്നാൻ 3:3 ഒന്ന് വായിക്കാം. ഫിലിപ്പിയർ 3:21 വായിക്കാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഇത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് മാത്രം ഞാൻ പറയുന്ന മെസ്സേജാണ്. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് പൂർത്തീകരിച്ചിട്ടില്ല. നിത്യതയുടെ 1-ാം ഭാഗമാകുന്ന വചനപ്രകാരമുള്ള സഭയിൽ നമ്മളായിരിക്കുന്നു. ഇവിടെ റിസ്കാ. സൂക്ഷിച്ചില്ലെങ്കിൽ നിലവിളക്ക് മാറും. കാരണം നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. സകല ആഗ്രഹങ്ങളും മോഹങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. പാപം ചെയ്യാനുള്ള സകല സാധ്യതകളും നമ്മുടെ മുമ്പിലുണ്ട്. അതിനുള്ള ആരോഗ്യം നമുക്കുണ്ട്. പാപം പ്രവർത്തിക്കാനുള്ള ചിന്തകൾ വരാനുള്ള മനസ്സ് തമ്മിലുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പാപം നിറഞ്ഞ ലോകമാണ്. അതിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അത് നമ്മിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, അത് ഇവിടെ പറയുന്നത് നമ്മൾ ആരാ? നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകാൻ പോവുക. ഞാൻ തന്നെ അങ്ങ് പറയാം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്ന പോലെ കാണുവാൻ അവനോട് സദൃശ്യന്മാരാകും. നമ്മുടെ പൗരത്വമോ അവിടെ നിന്ന് കർത്താവ് വരുവാൻ സകലതും എനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതിൻ്റെ വ്യാപാര ശക്തിയാൽ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ രൂപാന്തരം കർത്താവ് നടത്തും. എല്ലാവരും ശ്രദ്ധിച്ചോണം. അതിന് നമ്മളൊന്നും പാടുപെടണ്ട. തേജസ്സിൻ്റെ ശരീരം. എന്നാ കിട്ടാൻ പോകുന്നത് 7 പ്രത്യേകതയാണ് ശരീരത്തിന്. ഈ ശരീരമൊന്നും അല്ല കിട്ടാൻ പോകുന്നത്. എന്നാ ശരീരമാണ് ഈ ശരീരം? എത്ര മനിക്കാലും. ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു പെങ്കൊച്ചിന് 30-32 വയസ്സുണ്ട്. എൻ്റെ വളരെ അടുത്ത്, അവിടെ അപ്പനേക്കാൾ സ്ഥാനമായി എനിക്ക് ബന്ധം പറഞ്ഞ. അവിടെ വിവാഹം ഇങ്ങനെ താമസിച്ച് കണ്ടാലൊക്കെ മിടിക്കുക. പ്രായമായി ഒടുവിൽ ഞാൻ അവിടെ അപ്പനെയും അമ്മയോടും വെച്ച് പെണ്ണിൻ്റെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞു. വളരെ നിർബന്ധിച്ച് അവരൊരു നല്ലൊരു പ്രമുഖ ക്രൈസ്തവ സഭയിൽ ഒരു ചെറുക്കനെ കൊണ്ടാണ് കല്യാണം എല്ലാം ആലോചിച്ച് എല്ലാം ഉറപ്പിച്ചു. ഞാൻ കൂടെ പോയാൽ ഉറപ്പിച്ചത്. പ്രതികുസുകാരും മറ്റൊരു ക്രൈസ്തവ സഭ. അവൾക്ക് 32 വയസ്സുകൊണ്ട് എനിക്കറിയാം. ഞാനും എൻ്റെ ഭാര്യയും കൂടെ പോയി അവളെ പ്രാർത്ഥിച്ചിറക്കുന്ന എൻ്റെ പിതാവിൻ്റെതിനേക്കാൾ പൊസിഷൻ എനിക്ക് ആ കൂട്ടിലുള്ളതാണ്. ഞാൻ പോയി കാണാം. പോയി ഞങ്ങളിങ്ങനെ നിൽക്കുമ്പം ഇവളെ ഇങ്ങോട്ട് ഒരുക്കിക്കൊണ്ട് വന്നപ്പം ഞാൻ ഇവളെ നോക്കിയിട്ട് എൻ്റെ ഭാര്യയോട് ചോദിച്ചു, ഇവൾ അവൾ തന്നെയാണോ എന്ന് ചോദിച്ചു. കാരണം അവളെ കണ്ട അസലൊരു 24 വയസ്സ്. എനിക്കറിയാം അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് വരെ ജൂലൈ ഇത്ര ആണ്ടാ. 32 വയസ്സുണ്ട്. 24 വയസ്സായാലും ഇവളിങ്ങനെ നിൽക്കുന്നു. കല്യാണമെല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഞാൻ പിന്നെയും കോട്ടയത്ത് ആ സംഭവം ആ പിതാവിനേക്കാൾ സ്ഥാനമുള്ളതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കാൻ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ അപ്പനെ വിളിച്ച് ചോദിച്ചടാ, ഇവളിങ്ങനെ ഇത്ര മിടിക്കായത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അപ്പം പറഞ്ഞേക്കണോ, എൻ്റെ പപ്പ തിങ്കളാഴ്ച കല്യാണം, ഞായറാഴ്ച രാത്രി 2 മണിക്ക് കഞ്ഞിക്കുഴി കൊടുത്തു. നമ്മൾ ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കുന്ന രാവിലെ 7 മണിക്ക് കിട്ടി. 32 അങ്ങോട്ട് കൊടുത്തു. കിട്ടിയത് 24. ഞാൻ ചോദിച്ചു വല്ല ചിലവുണ്ടോ? ചിലവോ 30,000 രൂപ ആയിരുന്നു ബില്ലിന്. ഞാൻ ഈ പാർട്ടിക്കാരനായതുകൊണ്ട് 10,000 രൂപ ഇള ചെന്നിട്ട് 20,000 രൂപ കൊടുത്തു. എന്നിട്ട് പുള്ളി തന്നെ പറഞ്ഞു, എൻ്റെ പാപ്പ അത്രയൊക്കെ ചെയ്തെങ്കിലും ആ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് വെയിൽ കൊണ്ടപ്പോൾ ഇവള് പഴയ 32. ഇതൊന്നുമല്ല നമുക്ക്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്ന പോലെ കാണുവാൻ, അവനെ പോലെ തേജസ്സുള്ള ഒരു ശരീരം നമുക്ക് തരാനിരിക്കുമ്പോൾ ഇത് മനസ്സിലാക്കുന്ന സാത്താൻ കഴിയുമെങ്കിൽ വൃതന്മാരെ വീഴിക്കുവാൻ ചെയ്യുമ്പോൾ നമ്മിൽ സാത്താൻ പല പരിപാടി ചെയ്യും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. എന്താണെന്നറിയാവോ? നമ്മൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകണം. 1 കൊരിന്ത്യർ 2:16 വേഗം വായിക്കണം. അതാണ് ദൈവമക്കൾ ജീവിക്കുമ്പോൾ ചെയ്യേണ്ട നിത്യതയുടെ 1-ാമത്തെ ഭാഗത്തെ ഈ മുറ്റത്ത് കൺവെൻഷന്റെ ഉദ്ദേശം. എന്താണെന്നറിയാമോ? ഈ രാജം ബ്രദറോ സഭയോ നടത്തിയതിന്റെ ഉദ്ദേശം ഹല്ലേലൂയ, നമ്മൾ ആരോ ആകണം. വായിക്കാം 1 കൊരിന്ത്യർ 2:16.
ഉറക്കവായിരേ. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്നവനാർ. അടുത്ത വാക്യം. നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. ക്രിസ്തുവിനെ പോലാകണമെങ്കിൽ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകണം. കല്യാണം കഴിക്കുമ്പോൾ പറയത്തില്ലേ മേലെ രണ്ടല്ല ഒന്നത്ര. അങ്ങനെ ഈ ലോകത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായെങ്കിൽ നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തും കർത്താവ്. പക്ഷെങ്കിൽ മനസ്സ് നമ്മൾ രൂപാന്തരപ്പെടുത്തണം. അതാ റോമാലേഖനത്തിൽ പറഞ്ഞ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അതിന് തടസ്സമായി ലോകത്തിന്റെ മോഹങ്ങളോ ജഡത്തിന്റെ അഭിനിവേശങ്ങളോ സാത്താന്റെ തന്ത്രങ്ങളോ വരുമ്പോൾ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന ആർജവം ഉപയോഗിച്ച് ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകണം. അല്ലാത്ത ഒറ്റ വ്യക്തി എടുക്കപ്പെടത്തില്ല. അത് തീർത്ത് പറയുക. ക്രിസ്തുവിന്റെ മനസ്സ് എങ്ങനെ വരും? ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും. ബാക്കി അറിയാമല്ലോ, ഫിലിപ്പിയർ 2:5. അവിടെ ചിന്തിക്കാനുണ്ട്. ക്രിസ്തു പൂർണ്ണ ദൈവം, പൂർണ്ണ മനുഷ്യൻ. പൂർണ്ണ ദൈവം 5 തെളിവ്. ക്രിസ്തു പൂർണ്ണ ദൈവമാണ്. 1, പ്രകൃതിയുടെ മേൽ അധികാരം. ലോകത്തിൽ ആർക്കുമില്ല. ഒരു മെട്രോളജിസ്റ്റിനും ഇല്ല അധികാരം. ശാസ്ത്രജ്ഞനും അധികാരമില്ല. കർത്താവ് കാറ്റിനോട് നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കും. പ്രകൃതിയുടെ മേൽ അധികാരം. ഭൂതത്തിന്റെ മേൽ അധികാരം. കാണുമ്പോഴേ ഭൂതം ഞെട്ടി വിറയ്ക്കും അല്ലേ? ഭൂതത്തിന്റെ മേൽ അധികാരം. രോഗത്തിന്റെ മേൽ അധികാരം. രോഗം മാറ്റാൻ ആരെ ഒന്നും ചെയ്യേണ്ട കർത്താവിന് ഊതിയും വീഴിക്കേണ്ട, ഉന്തിയിടണ്ട. ഒറ്റ വാക്കിൽ രോഗം മാറും. പ്രകൃതിയുടെ മേൽ അധികാരം, ഭൂതത്തിന്റെ മേൽ അധികാരം, രോഗത്തിന്റെ മേൽ അധികാരം കർത്താവിനെ. 4, അസാധ്യതകളുടെ മേൽ അധികാരം. പവർ ഓഫ് ഓവർ ഇമ്പോസിബിലിറ്റീസ്. വെറും 2 ഹൈഡ്രജനും 1 ഓക്സിജനും കലർന്ന വെള്ളം കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ ഇപ്പോൾ എന്ന് കർത്താവ് ഒറ്റ വാക്ക് പറഞ്ഞാൽ അത് രുചികരമായ വൈനായിട്ട് മാറും. നോക്കി, ഈ അസാധ്യതയുടെ മേൽ അധികാരം. 5 അപ്പം ഉണ്ടെങ്കിൽ ഈ സഹോദരൻ ഒറ്റയടിക്ക് തീർക്കും. ആ 5 അപ്പത്തെ കർത്താവിന് അധികാരം 5000 പേർക്ക് കൊടുത്തിട്ട് 12 കൊട്ട മാറ്റാൻ പവർ. 5, മരണത്തിന്റെ മേൽ അധികാരം. മരിച്ച് 96 മണിക്കൂർ കഴിഞ്ഞില്ല. അതിന് ആ ദ്രവിച്ചെന്ന് പെങ്ങള് പോലും പറഞ്ഞു, ഒറ്റ വാക്ക് come out ഒന്നു. പൂർണ്ണ ദൈവം, അപ്പോൾ തന്നെ പൂർണ്ണ മനുഷ്യൻ. നമ്മളെ പോലെ പൂർണ്ണ മനുഷ്യൻ. ക്ഷീണവും ദാഹവും. യഹൂദന്റെ നിയമം അനുസരിച്ച് ശമരിയ സ്ത്രീയോട് വെള്ളം ചോദിക്കാൻ പാടില്ല. ഇവിടെ കർത്താവ് കുറച്ച് വെള്ളം തരാമോ? അപ്പൊ എന്നാ ക്ഷീണവും വിശപ്പുണ്ട്. ബൈബിളിലേക്കും വഴി നടന്ന് ക്ഷീണിച്ചത് അല്ല, കാറയിലല്ല വന്ന് വഴി നടന്ന് ക്ഷീണിച്ചത്. അവള് കൊടുത്തുമില്ല, കർത്താവ് കുടിച്ചുമില്ല, എന്നാലും ക്ഷീണിച്ചു. നോക്കിക്കേ, ക്ഷീണം. വിശപ്പ്. അവൻ വിശന്നിട്ട് വല്ലോം കിട്ടുമോ എന്ന് നോക്കി. എവിടെ നോക്കി? അത്തിയിൽ കിട്ടിയില്ല. വിശപ്പ്, ക്ഷീണം, ദാഹം. കോപം. ദേവാലയത്തിൽ ചെന്ന് അവിടുത്തെ അനാത്മീയത കണ്ടപ്പോൾ ചാട്ടവാറ ഉണ്ടാക്കിയത്. കോപം. ഇനി അടുത്ത 4-മത്തെ കേട്ടോണം, സങ്കടം. 96 മണിക്കൂർ കഴിഞ്ഞ് 5 മിനിറ്റ് ലാസറെ എഴുന്നേൽപ്പിക്കാൻ പോവുക. എന്നിട്ട് മറിയയുടെയും മാർത്തയുടെയും കണ്ണീര് കഴിഞ്ഞപ്പം കർത്താവും കരുതി. സങ്കടം കണ്ടോ? 5. സഭായോഗത്തിൽ ഒരച്ചായൻ ഉറങ്ങിയപ്പം സഭായോഗത്തിൽ ഉറങ്ങുന്ന യോഗ്യതയില്ലെന്ന് ദൈവദാസൻ പറഞ്ഞു. പുള്ളി സഭയുടെ സീനിയർ പുള്ളിയായിരുന്നു. പുള്ളി അത് കഴിഞ്ഞ് വാഷോടി ചെന്ന് ചോദിച്ചു, കർത്താവ് വള്ളത്തിലിരുന്ന് ഉറങ്ങി, പിന്നെ ഞാനിവിടെ നിന്ന് ഉറങ്ങിയാലല്ല. യേശു ഉറങ്ങി, അതുകൊണ്ട് നിങ്ങളാരും ഉറങ്ങരുത്. പൂർണ്ണ ദൈവം, പൂർണ്ണ മനുഷ്യൻ. നോക്കിക്കോണം, ക്രിസ്തുവിന്റെ മനസ്സിലേക്ക് വരിക. നമ്മളാരാ? പൂർണ്ണ മനുഷ്യരാ. എങ്ങനെ പൂർണ്ണ ദൈവമായ ക്രിസ്തുവിന്റെ മനസ്സ് വരും? അതിനാണ് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. അഭിഷേകത്തിന്റെ ശക്തി ഇല്ലെങ്കിൽ പാപം നമ്മുടെ കൂടെ കിടപ്പുണ്ട്. ദാവീദിന് 6 പ്രത്യേകത. അതുപോലെ ആരുമില്ല. ദൈവത്തിന് പ്രിയപ്പെട്ടവൻ, ദൈവത്തിന്റെ ഹൃദയമുള്ളവൻ. 2, 3, ഇസ്രായേലിലെ ഏറ്റവും നല്ല രാജാവ്. ആണോ? ഏറ്റവും നല്ല രാജാവ്. 4, അദ്ദേഹം എഴുതിയ സങ്കീർത്തനായി ഇന്നും നിങ്ങൾ വായിച്ചത്. 5, ആ ഗോലിയാത്തിനെ കൊന്ന് ഇസ്രായേലിന്റെ നിന്ന മാറ്റിയവൻ. 6, നിന്ന മാറ്റിയവൻ. 6, മനോഹരമായ രീതിയിൽ ആടിനെ മേയിച്ചവൻ. ഈ 6 യോഗ്യത ഉണ്ടായിരുന്ന ദാവീദ്, ദൈവത്തിന്റെ മനസ്സുള്ളവൻ, സങ്കീർത്തനം എഴുതിയവൻ. ആ ദാവീദിന്റെ ക്വാളിറ്റി ഉള്ളവരാരും ഇതിനകത്ത് ഇരിപ്പില്ല. സൈമൺ പാസ്റ്ററും ഇല്ല. ദാവീദിന്റെ ക്വാളിറ്റി. ഈ ദാവീദ് ഗംഭീരമായ 3 പാപം ചെയ്തു.
ധാർമ്മിക പാപം, ആത്മീയ പാപം, രാഷ്ട്രീയ പാപം. രാഷ്ട്രീയ പാപം, ഇസ്രായേലിന്റെ ജനത്തെ എണ്ണാൻ പാടില്ല, എണ്ണി. നോക്കിക്കേ, ധാർമ്മിക പാപം, വ്യഭിചാരം, കൊലപാതകം. വ്യഭിചാരം, ഗൂഢാലോചന, കൊലപാതകം, ഞാൻ പറയണ്ടല്ലോ, ചെയ്തു. ആത്മീയ പാപം, തെരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതന്മാർ തോളിൽ വെക്കേണ്ടിയ ദൈവത്തിന്റെ പെട്ടകം വാഴക്കൊല കയറ്റുന്ന പോലെ കാളവണ്ടിയെ കയറ്റിക്കൊണ്ടുപോയി. എങ്ങനെ സംഭവിച്ചു? അങ്ങനെയാണ് നമുക്കോ? ഇനി നിങ്ങളുടെ വിഷയത്തിലേക്ക് വരിക. ക്രിസ്തുവിന്റെ മനസ്സിലെങ്കിൽ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു പുള്ളി നമ്മുടെ അകത്തുണ്ട്. അവനെ നിയന്ത്രിക്കാൻ നമുക്കാർക്ക് സാധിക്കത്തില്ല, പരിശുദ്ധാത്മാവിലേ ഒക്കത്തുള്ളൂ. ബ്ലഡ് ഷുഗർ 400. നോക്കിക്കോണം. ചോറുണ്ണാണ്ടിരുന്നു, നാടൻ ഭാഷ പറയുക, ചോറുണ്ണാണ്ടിരിക്കുക, ബ്ലഡ് ഷുഗർ എത്ര? 400. എന്നിട്ടും ഐസ്ക്രീം വന്നപ്പോൾ തട്ടിപ്പോയ പോട്ട് ഇപ്പോൾ അടിക്കാം. ചിന്തയുണ്ടോ? എവിടുന്ന് വന്നു? എന്നെ നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പുള്ളിയുണ്ട്. സ്വത്രാഴ്ച എടുക്കാൻ ദൈവദാസൻ പറഞ്ഞു, ജിയോ പാസ്റ്ററോ സൈമ പാസ്റ്ററോ പറഞ്ഞു. പേഴ്സ് എടുത്തപ്പോൾ 500 നോട്ട് ഇപ്പുറത്തിരിപ്പുണ്ട്, നോക്കിക്കോണം. ഇപ്പുറത്ത് 100 ഉണ്ട്, അങ്ങോട്ട് വിരള് പോയതാ. പക്ഷെ അറിയാതെ ആ വിരള് 10 പോയി. ഇതെങ്ങനെ മാറി? നിങ്ങൾ പറ. ഇതെല്ലാം സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ? 400 350 ഉണ്ട് ബ്ലഡ് ഷുഗർ. അടിച്ച് പൊളിച്ച് നിൽക്കുക. രാവിലെ ഇൻസുലിൻ 30 3 ഗുളിക അടിച്ചാ വന്നിരിക്കുന്നത്. ഡോക്ടർ പറഞ്ഞു സൂക്ഷിച്ചില്ലേ തട്ടിപ്പോകുന്നു. എന്നിട്ടും ഐസ്ക്രീം കാണുമ്പോൾ ഒരടി. ഇതാരാ ഈ പുള്ളി? ഇതിങ്ങനെ നിയന്ത്രിക്കുന്ന ആരാ? നിങ്ങൾ ആരാ നിയന്ത്രിക്കുന്ന? പറ. ഈ പണി കാണിക്കുന്ന ആരാ? സ്വതരാഴ്ച കൊടുക്കാൻ പേഴ്സ് എടുത്ത് ദൈവദാസനെ അലച്ചു കൂവി പറഞ്ഞ് ക്രൂസൈഡിന്റെ കടമുണ്ട്, നിങ്ങളെ സഹായം ചെയ്യണേ എന്ന് പറയുമ്പോൾ പേഴ്സിനകത്ത് രൂപ ഇഷ്ടം പോലെ ഇരിപ്പുണ്ടെന്നേ. തീരെ കുറഞ്ഞ 100 വിരൽ പോയത് ചട്ടെന്നത് സ്ലിപ്പായി 10 പോയി. നമ്മുടെ എല്ലാ ശരീരത്തിൽ സയൻസ് പറയുന്നു നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു പുള്ളിയുണ്ട്. കേട്ടോ, പ്രോ ഓപ്പിയോ മെലനോകോർട്ടിൻ, POMC എന്ന് പറയും. മെഡിക്കൽ സയൻസിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് അവർക്കറിയാം. നമ്മുടെ തലയിലെ ഒരു ന്യൂറോണാണ്. അതിൻ്റെ പേരാ പ്രോ ഓപ്പിയോ മെലനോകോർട്ടിൻ. POMC എന്ന് ഡോക്ടർമാർ പറയും. ഇത് നമ്മുടെ തലയിലെ ഹിപ്പോ കാമ്പസിലിരിക്കുന്ന ഒരു ന്യൂറോണാണ്. അവനാണ് ഈ പണിയെല്ലാം ഒപ്പിക്കുന്നത്. അവനെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഒറ്റ പരിപാടിയുണ്ട്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടാൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ അഭിഷേകത്തിന്റെ ശക്തി ആരാധിക്കാൻ മാത്രമല്ല, അഭിഷേകത്തിന്റെ ശക്തി ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ, സത്താനോട് പോരാടാൻ, ക്രിസ്തുവിന്റെ മനസ്സ് വരുവാൻ അഭിഷേകത്തിന്റെ ശക്തി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ POMC നമ്മുടെ പിടിയിലൊതുങ്ങും. 1 2 ക്രിസ്തുവിന്റെ മനസ്സ്, ക്രിസ്തുവിന്റെ താഴ്മ, ക്രിസ്തുവേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുള്ള ദാസരൂപത്തിൽ താഴ്മയുണ്ടോ? ക്രിസ്തുവിന്റെ മനസ്സാ. അടുത്തത്, നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സ് വരണമെങ്കിൽ അടുത്ത ഭാഗ്യം 2 കൊരിന്ത്യർ 5:14 ഒന്ന് വേഗം വായിക്കാം. 2 കൊരിന്ത്യർ 5:14 മലയാളത്തിൽ വായിക്കാം. ആർക്കെങ്കിലും കുഞ്ഞുങ്ങളുടെ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അത് വായിച്ച് സഹായിക്കണം. അതിനുശേഷം 2 കൊരിന്ത്യർ 5:14. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. മതി കുഞ്ഞെ, വെരി ഗുഡ്. ക്രിസ്തുവിന്റെ മനസ്സ് വരുന്നത് എങ്ങനെയാണെന്നാ? ഇംഗ്ലീഷ് ബൈബിൾ ആരുടെ കയ്യിലുണ്ടോ? എനിബഡി ഉണ്ടെന്ന് കൈ പൊക്കിക്ക്. The love of Christ. ഉറക്കമായിരുന്നു. കോൺസ്റ്റൻസ്. മലയാളത്തിൽ നല്ല വാക്കാ. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ ഞങ്ങളെ നിർബന്ധിക്കുന്നു. ശരിയായിട്ടുള്ള വാക്ക് എന്നാ അറിയോ? ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിയന്ത്രിക്കുന്നു. കോൺസ്റ്റൈൻ. The love of Christ controls me. പാപം ചെയ്യാനുള്ള വ്യഗ്രത വരുമ്പോൾ, തെറ്റ് ചെയ്യാനുള്ളത് വരുമ്പോൾ, പ്രതികാരം ചെയ്യാനുള്ളത് വരുമ്പോൾ, ആവശ്യമില്ലാത്തത് പറയാൻ മനസ്സിലോട്ട് ഈ POMC ചെയ്യുമ്പോൾ, പ്രോപിയോ മെലനോകോർട്ടിൻ ചെയ്യുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം പറയണം, അതെന്നെ നിയന്ത്രിക്കണം. ഞാനത് ചെയ്യത്തില്ല, ഞാനത് പ്രവർത്തിക്കത്തില്ല. കാരണം ഞാൻ ദൈവ പൈതല, ഞാൻ നിത്യതയില, സ്വർഗത്തിൽ പോകാനാ. ഇവിടുത്തെ എൻ്റെ ജീവിതം ഏറെയായാൽ 80, അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് തീരുമ്പോൾ ഞാൻ പറന്നു പോകണമെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിയന്ത്രിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ മനോഹരത അല്ല, ലോകമാണ്. അതിനകത്ത് നമ്മൾ ജോലി ചെയ്യണം, നമ്മുടെ കുഞ്ഞുങ്ങൾ ജോലി ചെയ്യണം, നമ്മൾ യാത്ര ചെയ്യണം. ആ ലോകത്തിലൊന്നും അവിടെ പരിശുദ്ധാത്മാവിൻ്റെ യാതൊരു പ്രവർത്തനമില്ലാത്ത ലോകമാണ് നമ്മുടെ ജോലി സ്ഥലം, നമ്മൾ വർക്ക് ഏരിയ, നമ്മൾ യാത്ര ചെയ്യുന്നത് എല്ലാം. അതിനകത്തെ തെറ്റുകൾക്ക് സാധ്യത ധാരാളം. ഒത്തിരി ഓഫർ തരും,
കടക്കാരെല്ലാം ഓഫർ തരികയല്ലേ. അതുപോലെ ലോകം ഒത്തിരി ഓഫർ, എല്ലാം വില കുറച്ച് തരും. എന്ത് ജഡമോഹങ്ങൾ മുഴുവൻ ഓഫർ തരും. അന്നേരം അതിൻ്റെ പുറകെ പോകാതെ ചേരത്തിനെന്ന് നാട്ടിൽ ചെല്ലുമ്പം പന്തളംകാരെന്നാ പറയണം? ഉണ്ടോ പന്തളംകാർ പറഞ്ഞു, ഞങ്ങളെ ദൈവമക്കൾ പറയണം, ചേരത്തിനെന്ന് നാട്ടിൽ ചെല്ലുമ്പം പറയണം ഞാൻ വെജിറ്റേറിയനാണ്. നാടോടുമ്പം നടുവല്ല ഓടണ്ടേ, വചനപ്രകാരം ഓടണം. ഒരുപാട് ശോധനകൾ നിങ്ങൾക്ക് ഒരിക്കും വരും. അതിനെ അതിജീവിക്കുവാൻ ക്രിസ്തുവിൻ്റെ മനസ്സാണെങ്കിൽ, കർത്താവിൻ്റെ സ്നേഹം നോക്കിയോ, ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നിർബന്ധിക്കുന്നത്. എന്നെ ഞാനാക്കിയത് ഞാനല്ല, എൻ്റെ അപ്പനല്ല, എൻ്റെ അമ്മയല്ല, എൻ്റെ ഭർത്താവല്ല, എൻ്റെ ഭാര്യയല്ല, എൻ്റെ മക്കളല്ല. എന്നെ ഞാനാക്കിയത് എൻ്റെ കർത്താവാണെങ്കിൽ ആ കർത്താവിന് ഇഷ്ടമില്ലാത്ത യാതൊന്നും ഞാൻ ചെയ്യത്തില്ല. ഷലക ഹങ്കല ഹത്തറ ശവബദറത ഹഗഗദറത. ഏത് വെല്ലുവിളിയെ നേരിടാൻ ധൈര്യത്തോടെ പറയണം, പാപത്തിന് ഞാൻ കൂട്ടുനിൽക്കത്തില്ല, അനീതിക്ക് കൂട്ടുനിൽക്കത്തില്ല, അധർമ്മത്തിന് കൂട്ടുനിൽക്കത്തില്ല. ഈ രോഗത്തിലെ ഏറ്റവും വലിയ രോഗം ഏതാ? ആർക്കും അറിയാൻ പറ്റില്ല. അല്ല, ശരീരത്തിന് വരുന്ന രോഗം അതിന്നില്ല ചായ, അതെല്ലാം പോയി. ഇന്ന് ലോകത്തിൽ കേൾക്കാൻ മേലേ ക്യാൻസർ. അത് പ്രത്യേകിച്ച് നിങ്ങൾ നോക്കിക്കേ, ബുദ്ധിയുള്ളവർ ചിന്തിക്കട്ടെ. ഈ കൊറോണ കഴിഞ്ഞപ്പോൾ നടക്കുന്ന സംഭവം കണ്ടോ? നിന്നപ്പിലല്ലേ ആളുകൾ പോകുന്നത്. അതിനുശേഷമാണ് ക്യാൻസർ. ക്യാൻസർ ഭയങ്കരമാണ്. ക്യാൻസറിനെ മെഡിക്കൽ സയൻസ് 4 ഭാഷയെ പറയും. അവർ പേരിട്ടിരിക്കുന്ന 4 പേരിട്ടുണ്ട്. കാർസിനോമ 1, കാർസിനോമ, സർക്കോമ, ലുക്യൂമിയ, ലിംഫോമ. ഇതാണ് ക്യാൻസർ. കാർസിനോമ എന്ന് പറയുന്നതാണ് സാധാരണ ക്യാൻസർ, ശരീരത്തിൽ വരുന്നതാണ് കാർസിനോമ. മനസ്സിലായോ? ലുക്യൂമിയ, കാർസിനോമ. സർക്കോമ എന്ന് പറയുന്നതാണ് ബോൺ ക്യാൻസർ, അസ്ഥിച്ചുടെ കട്ടിയ ബോൺ ക്യാൻസർ. 3-മത്തേതാണ് എന്താണെന്നറിയാവോ? ലുക്യൂമിയ, ബ്ലഡ് ക്യാൻസറാണ്. അതിനേക്കാൾ മാരകം. അതിനേക്കാൾ മാരകമാണ് ലിംഫോമ. നമ്മുടെ മുഴുവൻ പ്രതിരോധ ശക്തിയെ പിടിച്ചു തീർക്കും. ഇതാണ് 4 ക്യാൻസർ. ഇത് പരത്തുന്ന പുള്ളിയുടെ പേരാണ്, ക്യാൻസർ പരത്തുന്ന രോഗാണുവിൻ്റെ പേരാണ് ഓങ്കോജിൻ. ഈ ജീൻ നമ്മുടെ അകത്തൊക്കെ കയറുന്നുണ്ട് ദൈവമക്കളെ, നമ്മുടെ ശരീരത്തിലൊക്കെ കയറി. പക്ഷേ അകത്ത് ദൈവത്തിന്റെ കൃപയുടെ ശക്തി ഉണ്ടായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടതാണ്. ഇതുപോലെ ക്രൈസ്തവ ലോകത്തിൽ നിന്ന് 4 ക്യാൻസർ. ലോകത്തിലെ ക്യാൻസറിന് കീമോതെറാപ്പിയിലും കൊടുക്കാം, ഇതും പറ്റത്തില്ല. ആ 4 ക്യാൻസർ നമുക്ക് വരാതെ സൂക്ഷിച്ചാൽ നിത്യത നഷ്ടപ്പെടത്തില്ല. 1-മത്തെ ക്യാൻസർ ക്രൈസ്തവ ലോകത്തിൽ കേട്ടോളം, സ്ഥാനമോഹം. 2-മത്തെ, ഏത് ക്രൈസ്തവ സഭയിൽ നോക്കിയോ, സ്ഥാനമോഹം. അയ്യോ, ഒന്ന് പ്രാർത്ഥിപ്പിച്ചില്ലേ പോയി, പുറകിൽ മുമ്പിൽ ഒന്ന് ഇരുത്തിയില്ല, തീർന്നു, വെടി തീർന്നു. സ്ഥാനമോഹം. അടുത്തത് കേട്ടോണം, അടുത്തതാ അതിനേക്കാൾ വകയില്ല. സ്ഥാനമോഹം. 2-മത്തേത് അധികാരഭ്രമം. ഇന്നത്തെ കടിപിടി മുഴുവൻ കാണാൻ മേലെ എന്തുവാ? പഴയ കാലത്തെ കസേരക്കിട്ട് കളി, ഇപ്പൊ കസേര കളിയല്ല, കസേര പിടി. അതാണ് 2-മത്തെ ക്യാൻസറാ. സ്ഥാനമോഹം, അധികാരഭ്രമം, അധികാരഭ്രാന്ത്. കർത്താവ് പറഞ്ഞു, 1-മൻ ഒടുക്കത്തെ പോലെ ആകണം, നിങ്ങൾ ശുശ്രൂഷക്കാരനാകണം. ആ കർത്താവിനെ സേവിക്കുന്നവനാ പറയുന്നത് അധികാരഭ്രമം, സ്ഥാനമോഹം. 3-മത്തേത് കേട്ടോണം, 3-മത്തേത് ബ്ലഡ് ക്യാൻസറിന് സമൂഹ ദ്രവ്യാഗ്രഹം. ദ്രവ്യാഗ്രഹ സകലവിധ നമുക്കാവശ്യമുള്ളത് സ്വർഗത്തിൽ വെച്ചിട്ടുണ്ട്. തക്ക സമയത്ത് തരുന്നവനാ കർത്താവ്. തൻ്റെ മക്കളെ പട്ടിണി കിടത്തില്ല. പട്ടിണി കിടത്തിയേക്കാം, ശോധനയ്ക്ക് പട്ടിണി കിടത്തിയേക്കാം. നീ വിശ്വസ്തനാണോ വിശ്വസ്തയാണോ എന്നറിയാൻ ടൈറ്റ് വന്നേക്കാം. പക്ഷെ ആ ടൈറ്റിനെ മാറ്റി ജയോത്സവമായി നടത്തുന്നവനാണ് കർത്താവ്. ദുഃഖങ്ങൾ വന്നേക്കാം, ഭാരങ്ങൾ വന്നേക്കാം. അതെ, കർത്താവിന്റെ ദാസി പ്രതീക്ഷയിൽ പോയില്ലേ, അദ്ദേഹം തകർന്നോ? നോക്കിക്കേ, എന്താ? അതാണ് ദൈവത്തിന്റെ നീതി. ദ്രവ്യാഗ്രഹം, സകലവിധ ദോഷം. 4-മത്തേതാണ് ഭയങ്കര ക്യാൻസർ, ലിംഫോമ. ആ ക്യാൻസറാണ് ലോകസ്നേഹം, ദൈവത്തോട് ശത്രുത്വം. ഈ 4 രോഗങ്ങളാണ് ക്രൈസ്തവ സമൂഹത്തെ പിടിച്ചിരിക്കുന്നത്. സ്ഥാനമോഹം, അധികാരഭ്രാന്ത്, ദ്രവ്യാഗ്രഹം, 4 ലോകസ്നേഹം. എല്ലാം വേണ്ടെന്ന് പറയും, പക്ഷെ എല്ലാം കയ്യിലുണ്ട്.
ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിയന്ത്രിക്കണം. ഹല്ലേലൂയ. എന്റെ കർത്താവിന് ഇഷ്ടമില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട. എന്റെ കർത്താവിന് ഇഷ്ടമില്ലാത്തൊരു അലങ്കാരം എനിക്ക് വേണ്ട. എന്റെ കർത്താവിന് ഇഷ്ടമില്ലാത്തൊരു ഒന്നും എനിക്ക് വേണ്ട. എന്റെ കർത്താവിന്റെ ഇഷ്ടം മതി എനിക്ക്. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നുവെന്ന് എന്നെ രക്ഷിക്കാൻ എന്റെ കർത്താവ് പിതാവിനോട് പറഞ്ഞെങ്കിൽ ആ കർത്താവിന് ഇഷ്ടം ചെയ്യാൻ സമർപ്പിക്കുന്നവരായിരിക്കും. ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളെ നിർബന്ധിച്ചാൽ നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകും. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കാൻ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ നിയന്ത്രിക്കണം. നിത്യതയുടെ ഒന്നാമത്തെ ഘട്ടമാണ് സഭാജീവിതം. ഇത് റിസ്ക്കാണ്. ഇവിടെ ശ്രദ്ധിക്കണം. നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ അപ്പോൾ വീഴാൻ സാധ്യതയുണ്ട്. നമ്മളെ എങ്ങും നോക്കണ്ട. സഭകൾ ക്രൈസ്തവ ലോകത്തിലേക്ക് നോക്കിക്കേ. ദർശനം പോയില്ലേ? ലോകം കാണിക്കാത്ത അതിനേക്കാൾ അപ്പുറത്തെ വേർക്കൂത്തുകൾ കാണിക്കുന്നില്ലേ? വിവാഹമോചനം ക്രൈസ്തവർക്കിടയിൽ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോഴോ? പത്രം എടുത്ത് തൻ്റേതല്ലാത്ത കാരണത്താൽ 3.5 മാസം കഴിഞ്ഞപ്പോൾ തൻ്റേതല്ലാത്ത കാരണം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പെണ്ണു കൊടുക്കും. അതിനാ തൻ്റേതല്ലാത്ത കാരണം. ഒരു വാക്കും പത്രക്കാർ വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്താ ക്രൈസ്തവ ലോകത്തിൽ ഇല്ലാത്ത സംഭവം വല്ലതും ഉണ്ടോ? ആരെയും കുറ്റം പറയുകയല്ല, വിമർശിക്കുകയല്ല. സാത്താൻ്റെ കൗശലമാണ്. നമ്മുടെ ദർശനം കളയണം. അതിനെതിരെ പിടിച്ചു നിൽക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകണം. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിയന്ത്രിക്കണം. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. രക്ഷിക്കപ്പെടുന്നവരുടെയും നശിക്കുന്നവരുടെയും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന. വി ആർ ദ അരോമ ഓഫ് ക്രൈസ്റ്റ് ടുവേഴ്സ് ദോസ് ഹു ആർ ബി പെരീഷിംഗ് ടുവേഴ്സ് ഹു ആർ സേവ്ഡ്. രക്ഷിക്കപ്പെടുന്നവരുടെയും നശിക്കുന്നവരുടെയും നമ്മൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന. വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യമുള്ള സൗരഭ്യം, പെർഫ്യൂം. നമ്മളെല്ലാം പെർഫ്യൂം ഉപയോഗിക്കുന്ന പാപമല്ല. അത് പെർഫ്യൂം ലോകത്തിൽ ആദ്യമേ ഉൽപ്പത്തിയിലേ ഉണ്ട് പെർഫ്യൂം. ആരാ ഇത് കണ്ടുപിടിച്ചത്? ഇന്നത്തെ ഈ ഫ്രാൻസിലെ കമ്പനിക്കാരനൊന്നുമല്ല പെർഫ്യൂം കണ്ടുപിടിച്ചത്. അവരിപ്പം മുതലെടുക്കുന്നതേ ഉള്ളൂ. നല്ല ക്വാളിറ്റി ഉണ്ടാക്കി. പെർഫ്യൂം ആദ്യം ഉപയോഗിച്ചത് യാക്കോവിൻ്റെ മൂത്ത മോനെ ഏശാവാ. അവൻ വേട്ടയ്ക്ക് പോയപ്പോൾ ഏതോ ചെടിയുടെ ഇല കിട്ടി. അതിനെ മണം അടിച്ച് വിളിച്ച് ഉടുപ്പയിലോട്ട് തേച്ചു. എന്നാ മണമായിരുന്നറിയാവോ? അന്ന് മുതൽ പെർഫ്യൂം നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ കൊണ്ട് ഒഴിച്ചത് 300 രൂപ വിലയുള്ള സാധനമാണ്. എങ്കിൽ നിങ്ങളും ഞാനും ആരാ? പെർഫ്യൂം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും. ഈ കൃപയില്ലാത്തവരുടെ നടുവിൽ പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യം നമ്മിൽ നിന്നും അവൻ അടിച്ചാൽ ക്രിസ്തുവിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. നമ്മളെ കാണുന്നവർ ക്രിസ്തുവിൻ്റെ സൗരഭ്യം. രക്ഷിക്കപ്പെടുന്നവരുടെ നടുവിൽ പരസ്പരം തമ്മിൽ ഭാരങ്ങളെ വഹിക്കുമ്പോൾ നമ്മൾ ആരായി? ക്രിസ്തുവിൻ്റെ സൗരഭ്യം. ഒരവയവം വേദനിക്കുമ്പോൾ അവയവത്തിനൊക്കെ ദുഃഖമുണ്ടാകണം. ഒരവയവം സന്തോഷിക്കുമ്പോൾ അവയവത്തിനൊക്കെ സന്തോഷം. എന്നോട് കണക്കുള്ള ഒരു കരങ്ങളെ ഓർത്ത് സ്തുതിച്ചേ. എല്ലാത്തിനകത്ത് എല്ലാ കൂട്ടരും ഉണ്ടെന്നേ. എൻ്റെ മകൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി എന്ന് വിചാരിച്ചു. എൻ്റെ കൂട്ടുകാരൻ്റെ മകൾക്കും ഫസ്റ്റ് ക്ലാസ് കിട്ടി. അവക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ മകൾക്ക് എൻ്റെ മകളൊക്കെ 3 മാർക്ക് കൂടുതൽ കിട്ടി. പുറമേ ഞാൻ സ്വോത്രം പറയും, അകത്തൊരു കൊളുത്തിപ്പിടുത്തം. അതിന് ഞാനൊരു ന്യായവും കണ്ടുപിടിക്കും. അവൾ കോപ്പി അടിച്ചതോ? ഇതൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ ഒരായ കുഞ്ഞുങ്ങളെ നോക്കുന്ന ആയയല്ല, വേറൊരു ആയുണ്ട്. അത് വീട്ടിൽ കയറി വരാൻ സാത്താൻ കൊണ്ടുവരും. പേയ്മെൻ്റ് ഒന്നും ഇല്ലാത്ത കിട്ടും. ആ ആയയുടെ പേര് അസൂയ. അതില്ലാത്തവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ആ ആയയെ വീട്ടിൽ കയറ്റിവിടാൻ സാത്താൻ ബഹുമിടുക്കനാ. അവനറിയാം ആ ആയ വന്നാൽ എല്ലാം നശിപ്പിച്ചോളും, സഭ തകർക്കും. ഒരു ദൈവദാസൻ നല്ലപോലെ ശുശ്രൂഷിച്ചാൽ പുറകിലിരിക്കുന്ന ആയമാരാ. ശരിയാണോ? കുഞ്ഞുങ്ങൾ നല്ലപോലെ പാട്ട് പാടുമ്പോൾ എല്ലാ ആയമാരാ. ഒരു വീട് നമ്മുടെ അയോഗ്യത്ത് വെച്ച് ഗൾഫിൽ നിന്ന് വന്നവൻ അവൻ വീട് വെച്ചു. കണ്ടപ്പം നല്ലതാ. അവൻ വിളിച്ചു കഴിഞ്ഞ ഉടനെ അവിടെ ചെന്ന് ഭക്ഷണവും കഴിച്ചു. ഞാൻ നല്ല ഭാഷ പറയുക, പാലപ്പം ഇറച്ചി എല്ലാം നിന്ന് കഴിച്ചു. വീട് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ വീടിനേക്കാൾ ഇച്ചിരി നല്ലതാ. ഭക്ഷണം കഴിച്ചെങ്കിൽ അകത്തൊരു കൊളുത്തിപ്പിടുത്തം. അതാണ് ആയ. ഇതുള്ള ഒരൊറ്റ വ്യക്തി സ്വർഗത്തിൽ പോകത്തില്ല. തീർത്ത് ഞാൻ പറയാം. ആരും അനുഗ്രഹിക്കപ്പെട്ടാൽ ദൈവത്തിന് സ്തോത്രം പറയണം. ആരും അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മളെക്കാൾ നല്ലൊരു വാഹനം മേടിക്കട്ടെ ഒരാൾ, സ്തോത്രം പറയണം. നമ്മളെക്കാൾ നല്ല വേഷം ധരിക്കട്ടെ, നമ്മളെക്കാൾ നല്ല വീട് നിർമ്മിക്കട്ടെ, ദൈവം അവന് കൊടുത്തോർത്ത് സ്തോത്രം. എനിക്കുള്ളതൊന്നും എൻ്റെ കർത്താവ് കുറയ്ക്കത്തില്ല. ആ ധൈര്യമാണ് നമുക്ക് വേണ്ടിയത്.
എനിക്കുള്ളതൊന്നും എൻ്റെ കർത്താവ് കുറയ്ക്കത്തില്ല. ഞാൻ അവൻ്റെ പ്രിയ മകനാ, ഞാൻ അവൻ്റെ പ്രിയ മകളാ. എനിക്ക് ആവശ്യമുള്ള എൻ്റെ കർത്താവ് തരും. എൻ്റെ കൂട്ടു സഹോദരനോ അയൽവക്കക്കാരനോ സ്നേഹിതനോ അവൻ ആരായാലും അവനെ അനുഗ്രഹിച്ചാൽ ഞാൻ അതിൽ സന്തോഷിക്കും. അങ്ങനെയുള്ളവരാ ദൈവമക്കൾ. ഇതാണ് ക്രിസ്തുവിൻ്റെ മനസ്സ്. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിയന്ത്രിക്കണം. ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകണം. തീരാൻ പോകുന്നു. 2026 2030 സൃഷ്ടിക്കാം. ഞാൻ 3 കാര്യം പറഞ്ഞു. 1, കർത്താവിൻ്റെ പരശുശുശ്രൂഷയുടെ 2000 വർഷം തികയുന്നു. 2, ഇസ്രായേലാകുന്ന അത്തി തളർത്തിട്ട് 80 വർഷമാകും 2028. ഞങ്ങളുടെ ആയുഷ്കാലം 70 80 ഒരു ബോർഡറാ. 3, ക്രൈസ്തവ സഭ ആരംഭിച്ചിട്ട് 2030 2000 വർഷം തികയും. വേദപുസ്തകം പറയുന്നു ദൈവത്തിനൊരു ശബദമുണ്ട്. ആ ശബദം നമ്മുടെ നിത്യതയുടെ 3-ാം ഘട്ടമാണ്. നിത്യതയുടെ 2-ാം ഘട്ടം എന്നാ അറിയാവോ? ഇന്നോ നാളെയോ ഞാനോ നിങ്ങളോ മരിച്ചാൽ നിത്യതയുടെ 2-ാം ഘട്ടം പർദീസ. അതാണ് നിത്യതയുടെ 2-ാം ഘട്ടം. 5 ഘട്ടം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം 3 മിനിറ്റ് കൊണ്ട്. 1-ാമത്തെ ഘട്ടം സഭാജീവിതം. ഈ ജീവിതം വിജയിപ്പിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്, ശ്രദ്ധിക്കണം. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ സൂക്ഷിച്ചോ, അതാണ് അങ്ങനെ പറയുന്നത്. ഇത് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. കർത്താവ് വിളിച്ച പർദീസ പോയ എന്നെ അടിപൊളി പരിപാടിയാണെന്നറിയാവോ? അങ്ങനെ ചെന്ന ആരെയാ കാണുന്നത്? സകല വിശുദ്ധന്മാരെയും കാണുന്ന തേജസ്സിലാ. നമ്മുടെ ഷെയ്പ്പൊക്കെ അങ്ങോട്ട് മാറും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ ഷെയ്പ്പൊക്കെ അങ്ങോട്ട് മാറി ഭാഷ മാറ്റും. അവിടെ മലയാളമൊന്നുമില്ല. അവിടെ മലയാളം ഉണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും അലമ്പ് അവിടെ ആയിരിക്കും. കാരണം അറിയോ, 6500 ഭാഷയുണ്ട് ലോകത്തിൽ, സംസാര ഭാഷ. ഈ 6500 ഭാഷയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരുണ്ട്. ഇവരെല്ലാം അങ്ങോട്ട് വെറുതെ ചെന്ന് ഞാൻ മലയാളത്തിലെ, അച്ചായൻ തമിഴിലെ, ഒരാൾ ഹിന്ദിയിലെ, എന്നെ അലമ്പായിരിക്കും. ഒറ്റ ഭാഷ. മനുഷ്യർക്കുച്ചരിച്ചുകൂടാൻ മേലാത്ത വാക്കുകളെ ഞാൻ അവിടെ കേട്ടു. ദൂതന്മാർക്കൊരു ലാംഗ്വേജ് ഉണ്ട്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷ. എങ്കിൽ ദൂതന്മാരെക്കാൾ മെച്ചപ്പെട്ട ക്രിസ്തുവിന്റെ കാന്ത ഊമയല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ, പർദീസയിൽ ചെല്ലുമ്പോൾ ഒരു ലാംഗ്വേജ് ഉണ്ട്. അതിന് നാക്ക് വേണ്ട, ഓക്കൽ കോഡ് വേണ്ട, പല്ല് വേണ്ട, തലച്ചോറ് വേണ്ട. ഒരു ഭാഷ നമ്മൾ പറയും. പർദീസയിൽ ചെന്നാൽ വിശുദ്ധന്മാരോട് ചേർന്നുള്ള സംസർഗമാ, തേജസ്സില. ഹല്ലേലൂയ. അബ്രഹാം മുതൽ അല്ലെങ്കിൽ ഹാനോക്ക് മുതലുള്ള വിശുദ്ധന്മാരുമായി ഉള്ള സംസർഗം ഒന്ന് ആലോചിച്ച് നോക്കിയേ. പർദീസയിൽ നമ്മുടെ പ്രിയമുള്ളവർ ഈ ലോകം വിട്ട് നമ്മൾ ആദ്യമേ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നു സിസ്റ്റർ ഏഞ്ചലോ, തേജസ്സിലിരിക്കുന്നു. ഹല്ലേലൂയ. കണ്ടേ പറഞ്ഞ് നിത്യയുടെ 3-ാമത്തെ ഘട്ടവാ സ്വർഗത്തിൽ പോകും നമ്മൾ. കർത്താവിൻ്റെ വരവിൽ നമ്മളെല്ലാം സ്വർഗത്തിൽ പോയി 7 വർഷം അവിടെ കൊണ്ടുപോകുന്നറിയാവോ? പ്രതിഫലം തരാൻ. ഈ മീറ്റിംഗ് നടത്തിന്, മുറ്റത്ത് കൺവെൻഷൻ നടത്തിന് ചിലവില്ലേ? ഈ ഇവിടുത്തെ ആൻറ്റി സാമ്പാർ വെച്ചതിന് വരെ അവിടെ റിപ്പോർട്ടുണ്ട്. അതിന് നല്ല സാമ്പാറാണെങ്കിൽ നല്ലത് കിട്ടും. അല്ലെങ്കിൽ പോയി. പണ്ടൊരു അമ്മച്ചി മരിച്ച കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മച്ചി മരിച്ച് സ്വർഗത്തിൽ ചെന്നു. അത് നടന്നതാണോ എന്തോ. സ്വർഗത്തിൽ ചെന്ന് 2 ദൂതന്മാർ അമ്മച്ചിയെ സ്വീകരിച്ചു. അമ്മച്ചിയെ കൊണ്ടുപോകും. പടുകൂറ്റൻ തേജസ്സിന്റെ വീടുകൾ. ഓരോ വീടും കാണുമ്പോൾ അമ്മച്ചി പറയും എനിക്കിത് മതി എന്ന്. അത്ര ഉഗ്രനാ. അതാ ഇല്ല അമ്മച്ചി, അത് ഇന്നയാളിന്. പിന്നെ അങ്ങോട്ട് ചെന്നപ്പോൾ ഉണ്ടല്ലോ ഒരു ഭയങ്കരം വീട്, 7 പോർട്ടിക്കോ. ഇത് കണ്ടപ്പോൾ അമ്മച്ചി പറഞ്ഞു ഞാൻ ഇനി എങ്ങോട്ടും പോകത്തില്ല, ഞാൻ ഇവിടെ ഇരിക്കത്തുള്ളൂ. ഉടനെ എൻ്റെ അമ്മച്ചി അത് ഓക്യുപ്പൈഡ് ആളായി. അവിടെ ആളെ കൊടുത്തു. അത് ആരാന്ന് ചോദിച്ചു പറഞ്ഞു അമ്മച്ചിയുടെ വീട്ടിൽ മിറ്റടിക്കാൻ വന്ന അന്നമ്മ കഴിഞ്ഞ മാസം മരിച്ചില്ലേ, അന്നമ്മയുടെയാന്ന്. അപ്പം അമ്മച്ചിക്ക് സന്തോഷം. അന്നമ്മയ്ക്ക് ഇത് കിട്ടിയെങ്കിൽ എനിക്കെന്നതാ. കുറച്ചുകൂടെ അങ്ങോട്ടൊരു വളവിൽ ചെന്നപ്പോൾ ഒരു തേജസ്സിന്റെ വീടാ, പൊക്കക്കുറവാ, ചെറുതാ. അത് കാണിച്ചപ്പോൾ ഇതാ അമ്മച്ചിയുടെ. ഉടനെ ദൂതനോട് ചോദിച്ചു സ്വർഗത്തിലും ഉണ്ടോ ഈ തട്ടുകേട് കാണിക്കുന്ന പണി? ഞങ്ങളുടെ വീട്ടിൽ മിറ്റം തൂത്തൊക്കെ കൊടുത്തത് 7 പോർട്ടിക്ക് എനിക്കിത്. അന്നേരം പറഞ്ഞു അമ്മച്ചി എന്നെ ഇങ്ങോട്ട് അയച്ചു. അമ്മച്ചി സ്വോത്രാഴ്ച ഇട്ടത് എത്രയെന്നായി ഇട്ടത്? അമ്മച്ചി അയച്ചതിന് തക്കവണ്ണമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഞാനും നിങ്ങളും ചെയ്യുന്ന അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം തരും ദൈവമക്കളെ. 3-ാമത്തെ നിത്യത. 4-ാമത്തെ നിത്യത 1000 ആണ്ട് വാഴ്ച. ഞാനും നിങ്ങളും 1000 ആണ്ടിൽ തേജസ്സിൽ ഈ ഭൂമിയിൽ വാഴുന്നവരാ. ഈ ശരീരമല്ല, നമുക്ക് വേറൊരു പേര് കിട്ടും. സൈമൻ എന്നൊന്നും അവിടെ വിളിക്കത്തില്ല. അവിടെ വേറൊരു പേര് സ്വർഗത്തിൽ ഇട്ടിട്ടുണ്ട്, ഒരു പേര്. ആ പേര് വിളിക്കും. ആ പേരിൽ നമ്മളിവിടെ ജീവിക്കും. നിങ്ങൾ ഓരോരുത്തരും 5 പുതിയ യെരൂശലേം, നിത്യതയുടെ ആരംഭം. ഇതാണ് നിത്യതയുടെ 5 അവസ്ഥ. അതിൽ ആദ്യത്തെ അവസ്ഥ ക്രൈസ്തവ വചനാനുസരണമുള്ള ക്രൈസ്തവ സഭാ ജീവിതം. ഇത് റിസ്ക് ശ്രദ്ധിക്കണം. ക്രിസ്തുവിന്റെ മനസ്സാകണം. കാരണം ഏത് മിടുക്കനെ വീഴിക്കാൻ സാത്താൻ ബിരുദനാ. അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ അവന്റെ ആയുധമില്ല. പേടിക്കണ്ട. തന്ത്രം
ആ തന്ത്രത്തിൽ മാറാൻ അഭിഷേകത്തിന്റെ ശക്തിയാൽ ജീവിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.